ഹായ് ഓൾ. ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് കുട്ടികൾ റീഡിംഗ് സോൺ കേരളയുടെ മോഡൽ ക്വസ്റ്റ്യനെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റീഡിംഗ് സോൺ കേരളയിലെ സിലബസിനെയും രണ്ട് മോഡൽ ക്വസ്റ്റ്യൻ അനാലിസിസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനെയും റീഡിംഗ് സോൺ കേരളയും കമ്പയർ ചെയ്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോഡേണിറ്റീസ് എന്നുള്ള പുസ്തകത്തെയും കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു വായനയും കാര്യങ്ങളും മനസ്സിലാക്കലുകളും ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് റീഡിംഗ് സോൺ കേരള എന്നുള്ള പേപ്പർ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മോഡേണിറ്റീസ് എന്നുള്ള പുസ്തകത്തെ നന്നായി മനസ്സിലാക്കാനും അതുപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ ബേസിക്കലി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പാഠഭാഗങ്ങളെ കൃത്യമായിട്ടും ഓരോന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു പാഠഭാഗങ്ങൾ കൂടുതൽ പ്രാധാന്യമുള്ളതെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതൽ പ്രാധാന്യം കുറവുള്ളതെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 10 പാഠങ്ങളാണുള്ളത്. 10 പാഠങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോറിങ് ഇതിലൂടെ നടത്താൻ പറ്റും. പിന്നെ ഈ ഒരു പേപ്പർ കാണുമ്പോൾ തന്നെ ബേസിക്കലി കുട്ടികൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവുന്ന ഒരു കാര്യം ഇതാണ്, ഇതൊരു കുറച്ച് ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിലുള്ള ഒരു പുസ്തകമാണോ, ഇത് കേരളത്തിൻ്റെ ചരിത്രത്തെ പറ്റി പറയുന്നതാണോ, അല്ലെങ്കിൽ കുറച്ച് സോഷ്യൽ ആസ്പെക്റ്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് എന്നുള്ളതൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എബോവ് ഓൾ ഇത് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന നാടിൻ്റെ, നമ്മുടെ സൊസൈറ്റിയെ പറ്റിയിട്ട് മനസ്സിലാക്കാനും അതുപോലെ ഇന്ന് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കേരള, അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രത്യേകതയോടെ കാണുന്ന കേരള സൊസൈറ്റി, അല്ലെങ്കിൽ കണ്ടംപററി സൊസൈറ്റി എന്നുള്ള സംഭവം ഉണ്ടായിട്ട് വന്നത് കേരള റിനൈസൻസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരുപാട് നവോത്ഥാന മാറ്റങ്ങൾ കേരളത്തിന് ഉണ്ടായതിനു ശേഷമാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ മാറ്റത്തിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ ഒരു ഡിഗ്രി വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു സാമൂഹിക ബോധം, അതിനപ്പുറത്ത് നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മൾ വളരെ സെക്കുലറായിട്ട് വളരെ മതേതരത്വത്തോടു കൂടി മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെ വളരെ ഒരു ജെൻഡർ ഈക്വാലിറ്റി, ഒരു ലിംഗ സമത്വത്തോടു കൂടി നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെക്കുലറിസം, ഒരു മതേതരത്വ ബോധത്തോടു കൂടി, ലിംഗ സമത്വത്തോടു കൂടി, കാസ്റ്റിസം ഇല്ലാതെ, ജാതി മത ചിന്തകളില്ലാതെ, അല്ലെങ്കിൽ അവയൊക്കെ മറികടക്കുന്ന ഒരു ചിന്താഗതി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഔട്ട്കമാണ് റീഡിംഗ് സോൺ കേരള മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഏത് പേപ്പർ ആയാലും നമ്മൾ എന്തിനു പഠിക്കുന്നു എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിനോട് താല്പര്യം ഉണ്ടാവും. നമ്മുടെ കയ്യിലൊരു പുസ്തകം കൊണ്ട് നമ്മളത് പഠിക്കുന്നു എന്നുള്ള രീതിയിലല്ല, ഒരുപാട് ചരിത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ശ്രീനാരായണ ഗുരു മുതൽ അങ്ങനെ പോകുന്ന കുറേ കാര്യങ്ങൾ, യേശുദാസ് വരെ കിടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതല്ല. അതിനപ്പുറത്ത് അവയെല്ലാം നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഒരുപക്ഷെ നമുക്ക് ഈ ഒരു പുസ്തകം ഇന്ന് പഠിക്കാനുള്ള ഒരു സാധ്യത തന്നെ ഉണ്ടായി വന്നതിന് ഒരുപാട് ആൾക്കാരുടെ വലിയ പ്രയത്നം നമുക്ക് മുന്നേ നടന്നിട്ടുണ്ട്. ആ ഒരു പ്രയത്നത്തെ മനസ്സിലാക്കൽ കൂടിയാണ് റീഡിംഗ് സോൺ കേരള എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഔട്ട്കമ്മിൽ അവസാനമായിട്ട് പറയുന്നത് ഡെവലപ്പ് അവയർനെസ് അബൌട്ട് ദ problems and issues in Kerala. That can be ecological problem, social problem, gender based problem, problems of the life, different spheres of life. അപ്പോൾ ജീവിതത്തിൽ മനുഷ്യൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ലക്ഷ്യം. അത് ആ ഒരു സംഭവത്തെ മുന്നിലായി കണ്ടിട്ടായിരിക്കണം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചുരുക്കിയാണ് പറയുന്നത് കാര്യങ്ങൾ, നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. നോക്കൂ, വി ഹാവ് 2 modules ടു കവർ. In module 1 we have 5 lessons.
same as in module 2. In module 1, our lessons are, first one is a conversation that spreads light. It's about a conversation. Sri Narayana Guru and his disciples, their conversation, that is written by Professor M.K. Sanu, and a poem that is Curing Caste by well-known poet of Kerala, Sahodaran Ayyappan. He is also a highly eminent social figure, Sahodaran Ayyappan, and an excerpt from novel Eri by Pradeepan Pambirikunnu. കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്ന ഒരു പുസ്തകമാണ് എരി എന്നുള്ള ഒരു നോവൽ. ആ നോവലിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ആദ്യത്തെ ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. ദെൻ വി ഹാവ് കേളു ഈസ് എ വൺ ആക്ട് പ്ലേ written by collaboratively and Shashidharan and E.P. Rajagopalan. It's a play. We will go through the later. We will go through the details later. And parting from the path of life, Jeevitha Pada. Parting from the path of life. It's a part of an autobiography of Cherugadu Govinda Pisharadi. This is what our first module contains. And in the second module, we have About My Race, a song. It's a poem by Poigal Appachan. And the Kuttipuram Bridge. It's also a well-known poem from Malayalam literature. It's written by Edasheri Govindan Nair. And Courageous Act. It's a feature by Anasuya Menon about Nilambur Aisha, one of the famous actresses of Malayalam theatre. And Vaikam Satyagraha, Struggle Against Untouchability, an article by K.N. Panikkar. And last one, The Voice, and another article, a column by Suresh Menon. It talks about Yeshudas. We know Yeshudas. So this is what the content we have to cover up. So we can go through the chapters detail later. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 10 പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏതാണ് പ്രാധാന്യം അർഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്നുള്ളത് നമുക്ക് റീഡിങ്സ് ഓൺ കേരളയെ പറ്റി പറയാൻ പറ്റില്ല. എല്ലാ ടോപ്പിക്കിനും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എഴുതാൻ പറ്റുന്നതായിരിക്കും, ചില കാര്യങ്ങൾ അത്ര കണ്ട് എഴുതാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ നമ്മൾ വെൻ ഇറ്റ് കംസ് ആസ് എൻ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ നമുക്ക് കൂടുതൽ എഴുതാൻ പറ്റുന്നത് നിങ്ങൾ എഴുതുക. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ് നമുക്ക് ഇതിൻ്റെ മാർക്ക് എങ്ങനെയാണ്, നമ്മൾ ആദ്യം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ എപ്പോഴും നമുക്കറിയാം ഒരു പുസ്തകം ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ, ഒരു ലെസൺ പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം വി ഹാവ് 2 essays. We have 40 marks for റൈറ്റിംഗ് എക്സാമിനേഷൻ. റിട്ടൺ എക്സാമിനേഷൻ നമുക്ക് 40 മാർക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ CE മാർക്കായിട്ട് എന്താണ് നമുക്ക് 10 മാർക്സും, അങ്ങനെ ടോട്ടൽ 15 ആണ്. അപ്പോൾ 40 മാർക്കിൻ്റെ പരീക്ഷയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പോൾ 40 മാർക്ക് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മുടെ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ നമുക്ക് 6 സെറ്റ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എൻ എസ്സേ. ആദ്യം നമുക്ക് വി ഹാവ് എൻ എസ്സേ ഓഫ് 8 മാർക്സ്. 8 മാർക്കിൻ്റെ എസ്സേ ആണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നമ്മൾ 6 മാർക്കിൻ്റെ എസ്സേ ആണ് എഴുതി. ഇവിടെ നമുക്ക് 8 മാർക്കിൻ്റെ എസ്സേ ആണ്. അത് തന്നെ 8 മാർക്കിൻ്റെ 2 എസ്സേ ആണുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും ഒരു എസ്സേ. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് 5 പാഠഭാഗങ്ങളാണുള്ളത്. രണ്ടാമത്തതിലും 5 പാഠഭാഗങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാഠത്തിൽ നിന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ 5 പാഠങ്ങളിൽ നിന്നും ഒന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ 5 പാഠങ്ങളിൽ നിന്ന് രണ്ടാമത്തെ എസ്സേ. അപ്പോൾ ഒന്നാമത്തെ 5 പാഠഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് 2 ചോദ്യം. എല്ലാ ചോദ്യത്തിനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ 1 തന്നിട്ടുള്ള 5 പാഠങ്ങളിൽ നിന്നും 2 പാഠത്തിൽ നിന്നും എസ്സേ ചോദ്യം ഉണ്ടാവും. അതിൽ നിന്നും ഒന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. റൈറ്റ്. ദെൻ അതുപോലെ തന്നെ മൊഡ്യൂൾ 2 നിന്ന് രണ്ടാമത്തെ 8 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. മൊഡ്യൂൾ 2 നിന്നാണ്. അതും ഒരു എസ്സേ തന്നെയാണ്. എസ്സേയിൽ ഇവിടെ പറയുന്നത് 200 to 250 വേർഡ്സ് ആണ്. ഐഡിയലി നിങ്ങൾക്ക് 3 പേജസ് എന്ന് നിങ്ങൾ
മാനേജ് ചെയ്തോളൂ. ആക്ച്വലി 2 pages ഈസ് ഇനഫ്, 2 പേജ് മതിയാവും. എന്നാലും നമ്മൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഒരു അഡീഷണലി ഒരു പേജ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് മറ്റൊരു വിഷയമാണ്. പക്ഷെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അത് നമ്മുടെ പേപ്പറിനെ മൊത്തത്തിൽ ഒരു എന്താണ് ഒരു കുറച്ചും കൂടെ മാർക്ക് അക്വയർ ചെയ്യാൻ നമുക്ക് അതുകൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ 3 പേജ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. 1 essay ഷുഡ് കൺസിസ്റ്റ് 3 pages, 2 to 3 pages എന്നാണ് ഞാൻ പറയുന്നത്. അത് 3 ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 3 ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി വെരി ഗുഡ്. ദെൻ അപ്പോൾ 2 essay, 8 മാർക്കിൻ്റെ 2 essay. അപ്പോൾ നമുക്ക് ആദ്യം മൊഡ്യൂൾ 1-ൽ നിന്ന് 2 ചോദ്യങ്ങൾ ഉണ്ടാവും, അതിൽ നിന്നൊന്നാണ് എഴുതേണ്ടത്. മൊഡ്യൂൾ 2-ൽ നിന്നും 2 ചോദ്യങ്ങൾ ഉണ്ടാവും, അതിൽ നിന്ന് ഒന്നാണ് എഴുതേണ്ടത്. ദെൻ സെയിം വേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും എന്താണ്, ഷോർട്ട് പാരഗ്രാഫാണ്. ഷോർട്ട് പാരഗ്രാഫ് ആക്ച്വലി പാരഗ്രാഫ് 80 to 100 words ആണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഒരു പേജ് എഴുതാം, അല്ലെങ്കിൽ എന്താണ് ഒരു 3/4 പേജ് മുതൽ 1 പേജ് വരെ എഴുതാം. അര പേജ് എഴുതിയാൽ 80 word ആവുമായിരിക്കും. പക്ഷേ 80 വേർഡിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. നിങ്ങൾ പരമാവധി 1 പേജ് തന്നെ എഴുതാൻ പറ്റണം. അതായത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് 1 പേജ് എഴുതാൻ പറ്റും. അപ്പോൾ ഈ 1 പേജ് എഴുതാനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെറ്റ് 3-ൽ നിങ്ങൾക്ക് 3 ചോദ്യം ഉണ്ടാവും. അതായത് മൊഡ്യൂൾ 1-ൽ നിന്ന് 3 പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ നിന്ന് നിങ്ങൾ 2 ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്. അതുപോലെ മൊഡ്യൂൾ 2-ൽ നിന്ന് 3 പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ നിന്ന് 2 പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്. ഒരു പാരഗ്രാഫിന് 4 മാർക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ 1-ൽ നിന്ന് 2 പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതണം. 2 പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മൊഡ്യൂൾ 1-ൽ നിന്ന് എഴുതണം. 2 into 4 ആണ് മാർക്സ്, 8 മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ മൊഡ്യൂൾ 2-ൽ നിന്നും 3 പാരഗ്രാഫ് ചോദ്യം തരും, അതിൽ നിന്ന് നിങ്ങൾ 2 എഴുതണം. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും പാരഗ്രാഫ് ക്വസ്റ്റ്യന് 8 മാർക്ക് ലഭിക്കും. അപ്പോൾ 8 + 8 16 മാർക്സ് ആണ് നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉള്ളത്. പിന്നെ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് 16 മാർക്സ് ദാറ്റ് വുഡ് ബി ഗിവൺ ഫോർ 2 essays. അങ്ങനെ 16 + 16 32 ആയിട്ടുണ്ട്. റിമൈനിങ് 8 മാർക്സ് ആണ്. അത് നമുക്കുള്ളത് നോക്ക്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 1-2 സെൻറ്റൻസിൽ ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. അതിൽ കൂടുതലായാലും പ്രശ്നമില്ല. ബട്ട് ദാറ്റ് മസ്റ്റ് ബി ഹാവിങ് എ മിനിമം ഓഫ് 1 or 2 sentences. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഉത്തരമാണെങ്കിൽ, ചെറിയൊരു ഉത്തരമാണെങ്കിൽ കൂടിയും അതിനെ നിങ്ങളൊരു സെൻറ്റൻസിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് തന്നെ എഴുതണം. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും 5 ചോദ്യങ്ങൾ ചോദിക്കും, 4 ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും 5 ചോദ്യങ്ങൾ ചോദിക്കും, 4 എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക്. അപ്പോൾ മൊഡ്യൂൾ 1-ൽ നിന്നും 1 മാർക്ക്, 1 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്നു. മൊഡ്യൂൾ 2-ൽ നിന്നും 1 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്നു. അപ്പോൾ 4 + 4 8. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 32 + 8 അങ്ങനെ 40 മാർക്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാർക്കിംഗ് പാറ്റേൺ കിടക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ എഴുതാൻ പറ്റൂ. അപ്പോൾ ഒരിക്കൽ കൂടി എന്താണ്, 2 essays, 1 essay from module 1, another essay from module 2. 4 paragraphs. For 4 paragraphs we will have 6 questions. 3 questions from module 1, 3 questions from module 2. From these 3 you need to write 2 only. 2 paragraph from module 1, 2 paragraph from module 2. Then we have short answer questions. We have total 8 short answer question, 5 short answer questions from module 1 and 5 from module 2. From the 5 you need to write 4 each. ഓരോ മൊഡ്യൂളിൽ നിന്നും 4 ചോദ്യങ്ങൾ വീതമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇത് കൃത്യമായിട്ടൊന്ന് ഉൾക്കൊള്ളുക, എന്നാലാണ് നമുക്ക് പഠിക്കാനും നമുക്ക് എങ്ങനെ എഴുതണം എന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ആയിട്ടുള്ളത്. സോ വി ക്യാൻ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വി ഹാവ് 2 question paper as available with us.
നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് നമ്മുടെ സിലബസിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ എന്താണ് 2019 ഇതിന്റെ ആദ്യത്തെ പരീക്ഷ നടന്നത്. ആദ്യത്തെ പരീക്ഷയുടെ ചോദ്യവും. അപ്പോൾ നമുക്ക് ഈ 2 പരീക്ഷയുടെ ചോദ്യം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആ ചോദ്യങ്ങളുടെ ഉത്തരത്തെയും നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാഠഭാഗങ്ങൾ പഠിക്കേണ്ടത് എന്ന് മനസ്സിലാകും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഇതിനോട് നിങ്ങൾ കൊണ്ടുവരേണ്ട അപ്രോച്ച് ഇതാണ്. എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിലെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റിന്റെ ഒരു ഡെപ്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ മാത്രമേ ഇത് എഴുതാൻ പറ്റൂ. പിന്നെ ഇത് എന്താണ് പക്ക റൈറ്റിംഗ് എലമെന്റിനാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് നന്നായിട്ട് എഴുതുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ പിൻ പോയിന്റ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യം. ആദ്യം നമുക്ക് യൂണിവേഴ്സിറ്റി സിലബസിൻ്റെ കൂടെ തന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. റൈറ്റ് ആൻ എസ്സേ ഓൺ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് 200 to 250 words. How does Srinarayana Guru fuse the ideals of spirituality with the social development in his instructions regarding the conduct of Shivagiri pilgrimage? And the optional one is attempt a critical analysis of the play Kerlu. See, ഇവിടുത്തെ 2 മൊഡ്യൂൾ 1 ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്. എല്ലാ പാഠങ്ങളും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നാലും നമുക്കറിയാം കേരള റിനൈസൻസിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഫിഗറാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പാഠം ഉറപ്പായിട്ടും എസ്സേ ചോദിച്ചേക്കാവുന്ന ഒന്നാണ്. അപ്പോൾ നിർബന്ധമായിട്ടും അത് നിങ്ങൾ എസ്സേ എഴുതാൻ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അത് ഇൻ കേസ് എസ്സേ ചോദിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു പാരാഗ്രാഫ് ചോദ്യം നമുക്ക് എ കോൺവെർസേഷൻ ദാറ്റ് സ്പ്രെഡ്സ് ലൈറ്റ് എന്നുള്ളതിൽ നിന്ന് ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ പാഠഭാഗങ്ങൾ എല്ലാ പാഠങ്ങളും ചോദ്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് ഡയറക്റ്റ് അല്ല, കുറച്ച് നമ്മൾ ഒരു ക്രിട്ടിക്കലി ഉള്ള രീതിയിലൊക്കെയാണ് ചോദ്യമുള്ളത്. പക്ഷേ നമ്മളതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. ഇപ്പോൾ കോൺവെർസേഷൻ ദാറ്റ് സ്പ്രെഡ്സ് ലൈറ്റ് പഠിച്ചു കഴിഞ്ഞാൽ, അത് വായിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അത് മുഴുവനായിട്ട് എന്താണ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ല, പകരം എന്താണ് അതിൽ പറയുന്നത് നിങ്ങൾക്കത് എഴുതാൻ പറ്റണം. നിങ്ങൾ ഇപ്പുറത്ത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ചതിൻ്റെ ഒക്കെ ഒരു ലാംഗ്വേജ് പവർ വെച്ചിട്ട് അവിടെ നമ്മൾ എസ്സേ റൈറ്റിംഗ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എസ്സേ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അതിൻ്റെ 3 കാര്യങ്ങൾ, ഇൻട്രൊഡക്ഷനും മെയിൻ ബോഡി പാരഗ്രാഫും അതുപോലെ കൺക്ലൂഷനും, അതിവിടെയും അപ്ലിക്കബിളാണ്. അത് തന്നെയാണ് ഇവിടെ അപ്ലിക്കബിൾ. അപ്പോൾ കോൺവെർസേഷൻ ദാറ്റ് സ്പ്രെഡ്സ് ഇൻ ലൈറ്റ് നിങ്ങൾ കൃത്യമായിട്ട് അതിലെന്താണ് പറയുന്നത് മനസ്സിലായിരിക്കണം. അത് ആക്ച്വലി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം വളരെ ജനറൽ ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യത്തിനൊരു പെർട്ടിക്കുലർ ചോദ്യത്തിൻ്റെ ഒരു രീതി ഉണ്ടാവുമെന്നേ ഉള്ളൂ. അപ്പോൾ നോക്കാം, ഹൗ ഡസ് ശ്രീനാരായണ ഗുരു ഫ്യൂസ് ദ ഐഡിയൽസ് ഓഫ് സ്പിരിച്വാലിറ്റി വിത്ത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻ ഹിസ് ഇൻസ്ട്രക്ഷൻസ് റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് ശിവഗിരി പിൽഗ്രിമേജ്. ശിവഗിരി പിൽഗ്രിമേജ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ശിവഗിരി പിൽഗ്രിമേജിനെ എങ്ങനെ സ്പിരിച്വാലിറ്റിയുടെയും സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെയും ഒരു ആത്മീയതയുടെയും സാമൂഹിക വികസനത്തിൻ്റെയും ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു ഫ്യൂസിങ് ആയിട്ട് എങ്ങനെയാണ് ഗാന്ധി പറയുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ചോദ്യം വലുതാണ്, പക്ഷെ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് കോൺവെർസേഷൻ ദാറ്റ് സ്പ്രെഡ്സ് ലൈറ്റ് എന്നുള്ളതാണ്. കാരണം കോൺവെർസേഷൻ ദാറ്റ് സ്പ്രെഡ്സ് ലൈറ്റ് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ശിവഗിരി പിൽഗ്രിമേജിനെ പറ്റിയിട്ടാണ്. ശിവഗിരി പിൽഗ്രിമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താണ് ദ കോമ്പിനേഷൻ ഓഫ് ഫ്യൂസിങ് ഓഫ് സ്പിരിച്വാലിറ്റി ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ചോദ്യം അത്ര ഡയറക്റ്റായിട്ട് തോന്നിയേക്കില്ല ചോദ്യം, പക്ഷെ സംഭവം പക്ക ഡയറക്റ്റ് തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം നോക്കുന്നതാണ്, അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ പ്ലേ കേളു. അതേ മൊഡ്യൂളിൽ തന്നെ 4ാമത്തെ പാഠമാണ് കേളു. ഒരു 1 ആക്ട് പ്ലേ ആണല്ലേ. കുറച്ചൊരു കട്ടിയുള്ളൊരു പാഠഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കരുതാം. ഇവൻ ദോ അതൊരു നാടകമാണല്ലേ. ഒരു നാടകത്തിൻ്റെ ഉള്ളിലെ നാടകം, ഒരു നാടകം എഴുതുന്നതിനെ പറ്റിയിട്ടുള്ള
ഒരു നാടകമാണല്ലേ. അപ്പോൾ നമുക്ക് പറയാം അത്. ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോൾ ഒന്നും കൂടെ പറയാം. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം, അവിടെ ആരൊക്കെയാണ് ക്യാരക്ടർ, എന്താണ് ആ കാര്യത്തിൽ പറയുന്നത് എന്നുള്ളതൊക്കെ. എന്നാലേ നമുക്ക് അതിനെ പറ്റിയിട്ട് എഴുതാൻ പറ്റൂ. ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ പ്ലേ എന്നാണ് ചോദിച്ചത്. നമുക്കിപ്പോൾ അതിനെ വലിയ രീതിയിലൊരു ക്രിട്ടിക്കൽ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് അതെന്താണെന്ന് അറിഞ്ഞാലും പറ്റൂ. അപ്പോൾ അതെന്താണെന്നുള്ളൊരു ജനറൽ എസ്സെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് ഇതാണ്. ചോദ്യം ഇപ്പോൾ ക്രിട്ടിക്കൽ അനാലിസിസും അല്ലെങ്കിൽ ഹൗ ഡസ് ശ്രീനാരായണ ഗുരു ഫ്യൂസ് ദ ഐഡിയൽസ് ഓഫ് സ്പിരിച്വാലിറ്റി ഒക്കെ കാണുവാണെങ്കിൽ കൂടിയും ആക്ച്വലി അത് പെർട്ടിക്കുലറായിട്ട് ചോദിക്കുന്നതാണെങ്കിലും ജനറൽ ആയിട്ടാണ് അതിൻ്റെ ഒരു കണ്ടൻറ്റ്, ആ ഒരു കോണ്ടൻറ്റ് വരുന്നത് ജനറൽ ആയിട്ടാണ്. അത് നിങ്ങൾ ജനറലി പഠിച്ചാൽ ഒരു ജനറൽ എസ്സേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് യൂണിവേഴ്സിറ്റിയുടെ ചോദ്യം. ഇനി 2019 എക്സാമിനേഷന് ചോദിച്ച ചോദ്യം എന്താണെന്ന് നോക്ക്. ഹൗ ഡസ് സഹോദരൻ അയ്യപ്പൻസ് പോയം ക്യൂറിങ് കാസ്റ്റ് ക്രിട്ടിസൈസ് കാസ്റ്റിസം? അവിടെ കഴിഞ്ഞ വർഷം ഒരു പോയം ആണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ പോയത്തിൽ നിന്ന് എസ്സേ വരാം, ആർട്ടിക്കിൾ ക്ലോസിൽ നിന്ന് എസ്സേ വരാം. ഏതിൽ നിന്ന് വന്നുകൂടാ എന്നുള്ളതൊന്നുമില്ല. ഇപ്പം ഒരു എസ്സേ എഴുതാൻ പറ്റിയ പോയം തന്നെയാണ് ക്യൂറിങ് കാസ്റ്റ്. അതുപോലെ തന്നെ മൊഡ്യൂൾ 2-ലെ കുറ്റിപ്പുറം ബ്രിഡ്ജും ഒക്കെ ഒരു എസ്സേ എഴുതാൻ പറ്റിയ പോയം തന്നെയാണ്. കണ്ടന്റ് അത്രയുള്ളത് തന്നെയാണ്. റൈറ്റ്. സി, അപ്പോൾ ക്യൂറിങ് കാസ്റ്റ് എങ്ങനെ കാസ്റ്റിസത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നു? അപ്പോൾ ക്യൂറിങ് കാസ്റ്റ് ഡെഫിനറ്റ്ലി എന്തുതന്നെയാണ്? ജാതിയെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ക്യൂർ ചെയ്യുക, ജാതിയെ ശമിപ്പിക്കുക, ജാതി ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ അതെന്തുതന്നെയാണ്? കാസ്റ്റിസത്തിൻ്റെ ഒരു ക്രിറ്റിസിസം തന്നെയാണ് ആക്ച്വലി. അപ്പോൾ അവിടെ പറഞ്ഞ കാര്യം, ആ പോയം പറയുന്ന കാര്യം തന്നെയാണ് കാസ്റ്റിസത്തിൻ്റെ ക്രിറ്റിസിസം. അപ്പോൾ ഡയറക്റ്റ്ലി ആ പോയം പറയുന്ന കാര്യം തന്നെ മെൻഷൻ ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ എന്താണ്, അതെങ്ങനെ കാസ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മതി. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മോഡൽ ക്വസ്റ്റ്യനിൽ 1 to ന്യൂമറിക്കലായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടതുപോലെ A, B എന്നുള്ള ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ A. ക്വസ്റ്റ്യൻ B, വാട്ട് ഈസ് ദാറ്റ്, വാട്ട് salient features of life under the matrilineal system do we understand from the autobiographical sketch of ചെറുകാട്? അതൊരു ചെറിയ ഒരു കുറച്ചും കൂടെ എന്താണ് കുറച്ച് ചില സംഗതികളുള്ളൊരു ചോദ്യമാണല്ലേ. എന്താണ് നോക്കുക. വാട്ട് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് അണ്ടർ ദ മാട്രിലീനിയൽ സിസ്റ്റം. മാട്രിലീനിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മാട്രിലീനിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും മാട്രിസൈഡ്, മദർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലേ. അപ്പോൾ മാട്രിലീനിയൽ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കേരളത്തിലൊരു എന്താണ് അമ്മയുമായിട്ടുള്ള ബന്ധത്തിലനുസരിച്ചിട്ടാണ് സിസ്റ്റം ഉണ്ടായിരുന്നത്. മലയാളത്തിൽ അതിനെ മരുമക്കത്തായം എന്നൊക്കെ വിളിക്കും അല്ലേ. അതായത് അമ്മയുടെ സ്വത്തുക്കൾ മക്കൾക്ക് കിട്ടുന്നു, അങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്നത്. അപ്പോൾ പാർട്ടിങ് ഫ്രോം ദ പാത്ത് ഓഫ് ലൈഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. അമ്മ വഴിക്കുള്ള ബന്ധങ്ങളാണ് ചെറുകാടിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് അല്ല, ചെറുകാടിൻ്റെ അമ്മാവൻ. അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മാട്രിനിയൽ സിസ്റ്റം, ആ ഒരു മരുമക്കത്തായം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മാവനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അതിൽ കാണിക്കുന്നത്. അത് ആ കഥ തന്നെ നേരിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു 4 ചോദ്യങ്ങളാണ് കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിലായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചേക്കാം, ഇതേ പാഠഭാഗത്ത് നിന്ന് തന്നെ ചോദ്യം വന്നേക്കാം. അതും അല്ലെങ്കിൽ എന്താണ്, ഈ ബാക്കിയുള്ള 3 പാഠങ്ങളിൽ നിന്നും, ഈ പറഞ്ഞ 2 മൊഡ്യൂളിൽ നിന്നും ഇതിൽ നിന്ന് വരാതെ മറ്റ് 3 മൊഡ്യൂളിൽ നിന്നും 3 ടോപ്പിക്കിൽ നിന്നും ചോദ്യം വന്നേക്കാം. അപ്പോൾ നമുക്ക് ഏതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ എല്ലാത്തിനെയും മനസ്സിലാക്കി വെക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റൂ. ഇനി ഓരോ മൊഡ്യൂളിൽ നിന്നും വേണമെങ്കിൽ ഒരു പാഠം തിരയി നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓപ്ഷണലായിട്ട് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള ധൈര്യത്തിൽ ബാക്കി 4 കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ ഓപ്ഷൻ ഇല്ല, ബാക്കി 4 കൃത്യമായിട്ട് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കഥ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്കത് എഴുതാൻ പറ്റും. എങ്ങനെയാണ് ഇത് എഴുതുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു സമ്മറി ആയിട്ട് നമുക്ക് പാഠഭാഗത്തെ കണ്ടു നോക്കാം. ഒരു പ്രധാനപ്പെട്ട പാഠമായതുകൊണ്ട് ഇതിൻ്റെ സമ്മറി ഞാൻ പറയുന്നു. കോൺവെർസേഷൻ ദാറ്റ് സ്പ്രെഡ്സ് ലൈറ്റ്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു പക്ഷേ എന്തായാലും
ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് essay തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് essay ആയിട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്രാവശ്യം ചോദിക്കാനുള്ള കാരണങ്ങളെ ബലപ്പെടുത്തുന്ന ഒന്നാണ്. റൈറ്റ്, നോക്കാം നമുക്ക്. ശ്രീനാരായണ ഗുരു വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ഹു പേവ്ഡ് ദ വേ for the dawn of modernity in Kerala. We know Kerala modernity is highly indebted to Srinarayana Guru for his vision, because he was one of the greatest leaders who made the way for Kerala modernity. More than a religious leader, he is known for the various social reforms introduced for the upliftment of people. The conversation he had with his followers, അതാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ കേരളത്തിലെ ആൾക്കാരുടെ ഉന്നമനത്തിന്, അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. The conversation he had with his followers on a starting pilgrimage to Shivagiri is an example of Guru's far-sightedness and revolutionary spirit. അപ്പോൾ ഒന്നാമത്തെ പാഠം, എ കോൺവെർസേഷൻ ദാറ്റ് സ്പ്രെഡ്സ് ലൈറ്റ് എന്നുള്ളത് എന്താണ്? ഗുരുവും ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും, സെർട്ടൻ ഫോളോവേഴ്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണല്ലേ. ആ കോൺവെർസേഷനിൽ അദ്ദേഹത്തിൻ്റെ ഫാർ-സൈറ്റഡ്നെസ്, ദീർഘമായ ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തിനാണ് ശിവഗിരി ഇന്ന് കേരളത്തിലെ തന്നെ വലിയൊരു ആത്മീയ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ശിവഗിരി തീർത്ഥാടനം കാണുന്നത് അല്ലേ. അപ്പോൾ ശിവഗിരി തീർത്ഥാടനം എന്നുള്ള ആ ഒരു പരിപാടി ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ഗുരുവിടെ കാഴ്ചപ്പാട് പ്രകാരം തുടങ്ങിയതാണ് അല്ലേ. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ വിശ്വസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ സ്വീകരിക്കുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കേരളത്തിൻ്റെ വലിയൊരു സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പരിപാടിയാണിത്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തണം, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഈ കോൺവെർസേഷനിൽ ഇവിടെ പറയുന്നത്. നിങ്ങൾക്കിത് ലൈൻ ബൈ ലൈൻ വായിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നത് തന്നെയാണ്. The first pilgrimage to Shivagiri was conducted in 1933 with 5 participants. Professor M.K. Sanu gives an account of the conversation between Guru and prominent members of the community in which they decided how to conduct the pilgrimage. അപ്പോൾ പ്രൊഫസർ M.K. സാനു എന്നുള്ളൊരു എഴുത്തുകാരൻ ഇവർ തമ്മിൽ സംസാരിച്ച കാര്യത്തെ നമുക്കൊരു ആർട്ടിക്കിളായിട്ട്, ഒരു ലേഖനമായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പേര് പറയുന്നത് പോലെ, കോൺവെർസേഷൻ എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു അർത്ഥം തന്നെ. ദ കോൺവെർസേഷൻ ടുക്ക് പ്ലേസ് ഓൺ 19th of January 1928. Guru was sitting under a mango tree near നാഗമ്പടം ടെമ്പിൾ അറ്റ് കോട്ടയം. എവിടെ നിന്നാണ് ഇത് നടക്കുന്നത്? നാഗമ്പടം ടെമ്പിൾ അറ്റ് കോട്ടയം. ഒരു പോയിന്റ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ എന്താണ്, ആരൊക്കെയാണ് ഈ കോൺവെർസേഷനിൽ ഗുരുവിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഗുരു ആരോടാണ്, ഗുരുവിൻ്റെ ഫോളോവേഴ്സായിട്ട് ആരൊക്കെയാണുള്ളത്? വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ ആൻഡ് T.K. കിട്ടൻ റൈറ്റർ ടുഗദർ വിത്ത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഗോവിന്ദൻ വൈദ്യരും T.K. കിട്ടൻ റൈറ്ററും, അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ 2 പ്രധാനപ്പെട്ട ശ്രീനാരായണ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന സാമൂഹിക പരിഷ്കർത്താക്കളിൽ 2 ആളാണ് അല്ലേ. They wanted him to declare Shivagiri as the holy land of Irava community. So that has to be declared by Srinarayana Guru to consider Shivagiri as the holy land of Irava community. They were not given permission to enter. അന്നത്തെ കാലഘട്ടത്തിൽ എന്തിനാണ് ഒരു ഹോളി ലാൻഡ് ഫോർ ഇഴവ കമ്മ്യൂണിറ്റി? കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഇഴവാസ് ദേ വർ നോട്ട് ഗിവൺ പെർമിഷൻ ടു എൻ്റർ ഹോളി പ്ലേസസ് ഓഫ് ഹിന്ദുസ് അല്ലെ. ഹിന്ദുക്കളുടെ ഉന്നത ജാതിയിലുള്ള ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ പോകാൻ ഇഴവ വിഭാഗക്കാർക്ക് അന്ന് അവസരം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാഠഭാഗം പഠിക്കുന്നുണ്ട്, അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്. ക്ലിയർ. അതുപോലെ കാസ്റ്റിസത്തിലെ പറ്റി പറയുന്ന ക്യൂറിങ് കാസ്റ്റിൽ. അപ്പോൾ ഇവിടെ ഈ പേപ്പറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആശയങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവെച്ചിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാധ്യത കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈവൻ ഇഫ് ദേ അറ്റംപ്റ്റഡ് ടു എൻ്റർ ടു ദെയർ ടെമ്പിൾ, ദേ ആർ നോട്ട് അലൗഡ് ദ ടെമ്പിൾ ഓഫ് അപ്പർ ക്ലാസ്. They were subjected to physical torture, dishonor and even financial loss. ഇതൊക്കെ പഴയ കാലത്തെ കേരളത്തിൽ 100 വർഷം മുമ്പേ ഉള്ള കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെയാണ് ഇവിടെ പറയുന്നത്. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്തൊക്കെ ടോർച്ചറാണ്. ഫിസിക്കൽ ടോർച്ചറാണ്, ഡിസോണർ, ഫൈനാൻഷ്യൽ ലോസ്,
സോ ഗുരു അഗ്രീഡ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഗുരു എന്ത് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ശിവഗിരി എന്നുള്ളൊരു സ്ഥലത്ത് ഈഴവരുടെ ഒരു ആസ്ഥാന ക്ഷേത്രം പണിയുകയും അവിടെ വർഷാവർഷം തീർത്ഥാടനം നടത്തുകയും, അപ്പോൾ ആ തീർത്ഥാടനം എങ്ങനെയൊക്കെ നടത്താം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. റൈറ്റ്. സോ ഗുരു അഗ്രീഡ് ടു ഡിക്ലെയർ ശിവഗിരി ആസ് എ ഹോളി ലാൻഡ് ആൻഡ് സെൻറ്റർ ഓഫ് പിൽഗ്രിമേജ്, തീർത്ഥാടന കേന്ദ്രം. January 1st of every year, the pilgrims are supposed to gather at Shivagiri. റൈറ്റ്. അപ്പോൾ ഗുരു അതിനെ ഉദ്ദേശിച്ച ഒരു മാസം എന്താണ്? ഒരു വർഷാരംഭത്തിൽ ജനുവരി 1 തുടങ്ങുന്നത് അല്ലേ? ഗുരു ഡിസൈഡഡ് ദാറ്റ് പിൽഗ്രിംസ് മേ ഒബ്സർവ് 10 days ഓഫ് ആബ്സ്റ്റിനൻസ്. ദേ ഷുഡ് ഓൾസോ ഒബ്സർവ് ബുദ്ധാസ് 5 ideals ഓഫ് പ്യൂരിറ്റി. അപ്പോൾ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, ജനുവരി 1 മുതൽ തുടങ്ങുന്ന തീർത്ഥാടനത്തിൽ പങ്കെടുക്കേണ്ട ആൾക്കാർ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളെയാണ് ഗുരു പിന്നീട് അവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? 5 days ഓഫ് ആബ്സ്റ്റിനൻസ്, സോറി നോട്ട് 5 days, 10 days ഓഫ് ആബ്സ്റ്റിനൻസ്. അപ്പോൾ ഒരു 10 ദിവസത്തെ ഒരു വ്രതം, എല്ലാ സുഖലോലുപതകളും ത്യജിക്കുക എന്നുള്ളതാണ് ആബ്സ്റ്റിനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദേ ഷുഡ് ഓൾസോ ഒബ്സർവ് ശ്രീബുദ്ധാസ് 5 ideals ഓഫ് പ്യൂരിറ്റി. ബുദ്ധൻ്റെ ആശയങ്ങളായിട്ടുള്ള പരിശുദ്ധി, ശുദ്ധത, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ ഫോളോ ചെയ്യണം. ഏതൊക്കെയാണ്? പ്യൂരിറ്റി ഓഫ് ബോഡി, പ്യൂരിറ്റി ഓഫ് ഫുഡ്, പ്യൂരിറ്റി ഓഫ് മൈൻഡ്, പ്യൂരിറ്റി ഓഫ് വേർഡ് ആൻഡ് പ്യൂരിറ്റി ഓഫ് ഡീഡ്. ഈ വാക്കുകളൊക്കെ നമുക്ക് നമ്മുടെ എസ്സേയിലേക്ക് വരണം. റിഗാർഡിങ് ദ ഡ്രസ് കോഡ്, അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിൽഗ്രിമേജ് ആയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചതല്ലേ? എങ്ങനെയാണ് ഈ പിൽഗ്രിമേജ് എംബോഡിമെൻറ്റ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇതൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പിൽഗ്രിമേജിന് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിൽഗ്രിമേജിന് വരുന്ന ആൾക്കാർ ആബ്സ്റ്റിനൻസ്, എല്ലാ സുഖലോലുപതകളും 10 ദിവസം ത്യജിച്ച ആളായിരിക്കണം. അതുപോലെ 5 ideals ഓഫ് പ്യൂരിറ്റി, ശരീരത്തിൻ്റെ പ്യൂരിറ്റി, പ്യൂരിറ്റി ഓഫ് ഫുഡ്, പ്യൂരിറ്റി ഓഫ് മൈൻഡ്, പ്യൂരിറ്റി ഓഫ് വേർഡ്, വാക്കുകൾ സംസാരിക്കുന്നതിൻ്റെ, അതുപോലെ പ്യൂരിറ്റി ഓഫ് ഡീഡ്, അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ, നല്ല പ്രവൃത്തികളുടെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് സാധാരണ നമുക്കറിയാം. ഏതെങ്കിലും ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഒരു വ്രതം അനുഷ്ഠിച്ചിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ എന്താണ്, മലയാറ്റൂർ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വ്രതം അനുഷ്ഠിച്ചിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുമ്പോൾ ഒരു ആബ്സ്റ്റിനൻസ്, ഒരു വ്രതം ഉപയോഗിച്ചിട്ടാണ് പോകുന്നത് അല്ലേ? റൈറ്റ്. അപ്പോൾ ഇതുണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഈ പറഞ്ഞ ശ്രീനാരായണീയരായിട്ടുള്ള ഭക്തർക്കും ഉണ്ടായിരിക്കണം. ഇനി ഡ്രസ് കോഡിനെ പറ്റി പറയുന്നതാണ്. ദ പിൽഗ്രിമേജ് ആർ റിക്വയർഡ് ടു യൂസ് യെല്ലോ കളേഴ്സ് ആസ് ഇറ്റ് ഈസ് ദ കളർ ചൂസൺ ബൈ ശ്രീകൃഷ്ണ ആൻഡ് ശ്രീബുദ്ധ. ശ്രീബുദ്ധനും ശ്രീകൃഷ്ണനും ചൂസ് ചെയ്തിട്ടുള്ള കളറായിരുന്നു യെല്ലോ. അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളാവട്ടെ ഇവിടെ വരുന്നവർ ധരിക്കുന്നത് യെല്ലോ കളർ, ആസ് ഇറ്റ് ഈസ് ദ കളർ ചൂസൺ ബൈ ശ്രീകൃഷ്ണ ആൻഡ് ശ്രീബുദ്ധ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത്? കാരണം ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും ചൂസ് ചെയ്ത കളറായിരുന്നു മഞ്ഞ നിറം. ആൻഡ് വിയറിങ് രുദ്രാക്ഷ ഈസ് നോട്ട് മാൻഡേറ്ററി. സന്യാസത്തിന് പോകുന്നതാണെങ്കിലും രുദ്രാക്ഷം ധരിക്കണോ, രുദ്രാക്ഷമാല ധരിക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധരിക്കാം, അത്രമാത്രമാണ് ഗുരു പറഞ്ഞത്. ഗുരു അഡ്വൈസ്ഡ് ഹിം ദം ഇഫ് ദർ ഈസ് നോ രുദ്രാക്ഷ ദേ ക്യാൻ കൺസ്യൂം ഗ്രൗണ്ട് രുദ്രാക്ഷ പേസ്റ്റ് വിത്ത് വാട്ടർ. അപ്പോൾ രുദ്രാക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആ രുദ്രാക്ഷം വെള്ളത്തിൽ ചേർത്തിട്ടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാലും രുദ്രാക്ഷം ഇടുന്നതായിട്ട് മാറി. അല്ലാതെ രുദ്രാക്ഷമാല തന്നെ, എക്സ്പെൻസീവ് ആയിട്ടുള്ള രുദ്രാക്ഷമാല തന്നെ ധരിക്കണം എന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഗുരു. ഗുരു ഗോസ് ഓൺ ഗിവിംഗ് ഫർദർ ക്ലാരിഫിക്കേഷൻ വിത്ത് റിഗാർഡ് ദ ഡീറ്റെയിൽസ് ഓഫ് പിൽഗ്രിമേജ്. കൂടുതൽ ക്ലാരിഫിക്കേഷനാണ് പിൽഗ്രിമേജിനെ പറ്റിയിട്ട് ഈ ഒരു പാഠഭാഗത്തിൽ തരുന്നത്. യെല്ലോ ഡ്രസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഓൾ ഷുഡ് ബൈ യെല്ലോ ന്യൂ ക്ലോത്ത്സ്. എല്ലാവരും പുതിയ വസ്ത്രം തന്നെ വാങ്ങിക്കണം എന്ന് ഗുരു പറയുന്നില്ല. പകരം എന്താണ്, ദി ക്യാൻ യൂസ് ദിയർ വൈറ്റ് ഡ്രസ് ആഫ്റ്റർ കളറിങ് ഇറ്റ് വിത്ത് ടർമറിക്. വെള്ള നിറത്തിലുള്ള തുണിയെ മഞ്ഞൾ ഉപയോഗിച്ച് മഞ്ഞ നിറത്തിലാക്കി മാറ്റിയാൽ മതി. ഇതിനായിട്ട് പുതിയ മഞ്ഞ വസ്ത്രങ്ങൾ വാങ്ങിക്കണം എന്നില്ല. എല്ലാവരുടെ കയ്യിലും വെള്ള നിറത്തിലുള്ള മുണ്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള തുണികൾ ഉണ്ടാവാം. അതിലൽപ്പം ടർമറിക് ചേർത്ത്, മഞ്ഞൾ ചേർത്ത്
അതിനെ മഞ്ഞ നിറത്തിലാക്കി ധരിച്ചാലും മതി. അപ്പോൾ ഗുരു മുന്നോട്ട് വെക്കുന്ന ആ ഒരു സിംപ്ലിസിറ്റിയുടെ ആ ഒരു എസറ്റിസത്തിൻ്റെ ലൈഫാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. റൈറ്റ്. പിന്നെന്താണ്, ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ് ഈവൻ ആഫ്റ്റർ പിൽഗ്രിമേജ്. ആ തുണി തന്നെ പിൽഗ്രിമേജ് കഴിഞ്ഞ് ഉപയോഗിക്കാം, പിൽഗ്രിമേജിന് മാത്രമല്ല. ദ ജേർണി ഷുഡ് ബി വൺ ഓഫ് ഹ്യൂമിലിറ്റി. അപ്പോൾ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് വളരെ എളിമ ഉള്ളതായിരിക്കണം. നമുക്കറിയാം തീർത്ഥാടനങ്ങളിലേക്കുള്ള പാതകളൊക്കെ അങ്ങനെയാണല്ലേ, കല്ലും മുള്ളും താണ്ടി ഒക്കെയാണ്, അല്ലെങ്കിൽ കഷ്ടതകൾ താണ്ടി അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടൊക്കെയാണ് നമ്മൾ എത്തുന്നത്. Yellow dress does not mean that all should buy new clothes. They can change color of white dress. The journey should be one of the humility. Hymns should be chanted with piety and pilgrims should avoid noise, rivalry and extravagance. ഈ പിൽഗ്രിംസിൽ യാതൊരു വിധത്തിലുള്ള മോശം കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. വലിയ ശബ്ദങ്ങളോ വലിയ മന്ത്രോച്ചാരണങ്ങളോ അല്ലെങ്കിൽ എന്താണ് പറയുക, ആ തരത്തിലുള്ള എക്സ്ട്രാവഗൻസ്, ധാരാളിത്തം ഒന്നും കാണിക്കാൻ പാടില്ല. ധാരാളിത്തം, എക്സ്ട്രാവഗൻസ് ഉണ്ടാവാൻ പാടില്ല. വളരെ എളിമ ഉള്ള സിമ്പിളായിട്ടുള്ള ഒരു ജീവിത രീതി ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, അവോയ്ഡ് നോയ്സ്, വലിയ ബഹളങ്ങൾ വേണ്ട. റിവൽറി, ഇടയിലുണ്ടാവുന്ന മദ്യപാനവും ആഘോഷങ്ങളും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതൊന്നും ആവശ്യമില്ല. They are also advised not to waste money. Definitely they do not waste money for as the expenditure of this pilgrimage. അതായിരുന്നു ഗുരുവിൻ്റെ ഒരു വലിയൊരു വിശ്വാസങ്ങളിൽ മറ്റൊന്ന്. They should learn to save money to avoid being trapped by debts. The community is further exhorted to advance in education and cleanliness. സോ നമ്മുടെ സമൂഹം അന്നത്തെ തരത്തിലുള്ള ഉന്നത കുലരല്ലാത്തതിൻ്റെ പേരിൽ സാമൂഹികമായിട്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ഈ സമൂഹത്തിൽ നമ്മൾ പണം കൂടുതൽ ചിലവാക്കരുത് തീർത്ഥാടനത്തിൻ്റെ പേരിൽ. പകരം അത് ദേ ഷുഡ് ലേൺ ടു സേവ് മണി. ഒരു സാമ്പത്തിക സുരക്ഷിതത്വം അവർക്കുണ്ടാവണമെങ്കിൽ അവർ പണത്തെ സമ്പാദിക്കാൻ പഠിക്കണം, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും. ആൻഡ് ദേ ഷുഡ് ഓൾസോ അവോയ്ഡ് ടേക്കിംഗ് ഡെപ്റ്റ്. പരമാവധി കടത്തിൻ്റെ കെണിയിൽ പെടാതിരിക്കണം. കാരണം കൂടുതൽ അനാവശ്യ ചിലവുകൾ വരുത്തി കഴിഞ്ഞാൽ അത് കടത്തിലേക്ക് നയിക്കുമെന്നറിയാം. ആൻഡ് ദ കമ്മ്യൂണിറ്റി ഈസ് ഫെർദർ എക്സോർട്ടഡ് ടു അഡ്വാൻസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ക്ലീൻലിനെസ്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ, ഇഴവ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും അതുപോലെ ഈ ഒരു ക്ലീൻലിനെസ്സിനും വ്യക്തി ശുചിത്വത്തിനൊക്കെ വലിയൊരു പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് കോൺവെർസേഷൻ ദാറ്റ് സ്പ്രെഡ്സ് ലൈറ്റ് എന്നുള്ള സ്ഥലത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നീട് നമ്മൾ പറയുന്നത്, അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പിൽഗ്രിമേജ് ആർ അനൗൺസ്ഡ് ബൈ ഗുരു. ഗുരു എന്തൊക്കെയാണ് ഈ പിൽഗ്രിമേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ ഇനി പിൽഗ്രിമേജിൻ്റെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ് എന്താണ്? പിൽഗ്രിമേജ് ആർ ഓൾസോ അനൗൺസ്ഡ് ബൈ ദ ഗുരു. അതും ഗുരു തന്നെ പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പിൽഗ്രിമേജ് ആർ ഓൾസോ അനൗൺസ്ഡ് ബൈ ദ ഗുരു. The purpose of pilgrimage should be enable the pilgrims to achieve education, cleanliness, piety, organization, cultivation, trade, handicrafts and technological training. ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള സ്കിൽസും നമുക്ക് ഈ ഒരു പിൽഗ്രിമേജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കണം. ഒരു തീർത്ഥാടനം കഴിഞ്ഞ് ദൈവാനുഗ്രഹം എന്നുള്ള രീതിയിലല്ല, പകരം വളരെ പ്രാക്ടിക്കലായിട്ട് സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കണം ഈ തീർത്ഥാടനം. അതിന് എന്ത് വേണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഗുരു തൻ്റെ ശിഷ്യർക്ക് കൊടുത്ത നിർദ്ദേശം. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ഇതിലൂടെ നമ്മൾ, പർപ്പസ് ഓഫ് പിൽഗ്രിമേജ് ഷുഡ് ബി എനേബിൾ ദ പിൽഗ്രിംസ് ടു അച്ചീവ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവണം. ക്ലെൻലിനെസ്, അതുപോലെ തന്നെ പൈറ്റി ഓർഗനൈസേഷൻ. പൈറ്റി ഓർഗനൈസേഷൻ മീൻസ് ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ടാക്കാൻ അവർക്ക് പറ്റണം. കൾട്ടിവേഷൻ, ട്രേഡ്, കൃഷി, കച്ചവടം, കരകൗശല വിദ്യകൾ, അതുപോലെ തന്നെ ടെക്നോളജി, സാങ്കേതിക വിദ്യകൾക്കുള്ള ട്രെയിനിങ് ഒക്കെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പരിപാടി ആയിരിക്കണം ഇത്. അതോടൊപ്പം തന്നെ ഡ്യൂറിങ് ദി പിൽഗ്രിമേജ് എക്സ്പേർട്സ് ഓൺ ദിസ് ടോപ്പിക് ഷുഡ് ബി ഇൻവൈറ്റഡ് ടു ഡെലിവർ ലെക്ചേഴ്സ്. ഈ മേൽപ്പറഞ്ഞ വിഷയങ്ങളിലൊക്കെ, കൾട്ടിവേഷൻ ആയാലും ടെക്നോളജി ആയാലും ട്രേഡ് ആയാലും
ക്ലെൻലിനെസ് ആയാലും എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങളിലൊക്കെ എക്സ്പേർട്ടിൻ്റെ ടോക്ക്, വലിയ പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ ദേ മസ്റ്റ് ഡെലിവർ ലെക്ചേഴ്സ്, അവരെ ക്ഷണിച്ച് ഈ പറഞ്ഞ പരിപാടികൾ നടത്തണം. പിൽഗ്രിംസ് ആർ സപ്പോസ് ടു ലിസൺ ദിയർ ഐഡിയാസ്. അപ്പോൾ സാധാരണക്കാരായ തീർത്ഥാടകർക്ക് അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കണം എന്നുള്ളതാണ് ഗുരുവിൻ്റെ നിർദ്ദേശം തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പരിപാടികളിലും മറ്റും. പിൽഗ്രിംസ് ആർ സപ്പോസ് ടു ലിസൺ ദിയർ ഐഡിയാസ് ആൻഡ് ലേറ്റർ പുട്ട് ദം ഇൻ ടു പ്രാക്ടീസ്. തീർത്ഥാടകർ പുതിയ ഐഡിയ പഠിക്കണം, അത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരണം. ദിസ് വിൽ ലീഡ് ടു ദ പ്രോസ്പെരിറ്റി ഓഫ് ഈഴവ കമ്മ്യൂണിറ്റി വിച്ച് വിൽ ഫൈനലി റിസൾട്ട് ഇൻ ദ പ്രോസ്പെരിറ്റി ഓഫ് ഓൾ. അപ്പോൾ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഈ സമൂഹത്തിന്, ഈ ഈഴവ കമ്മ്യൂണിറ്റിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ദേ ഷുഡ് ബിക്കം റോൾ മോഡൽസ് ഫോർ ഓൾ ആൻഡ് ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ശിവഗിരി പിൽഗ്രിമേജ്. അപ്പോൾ ഇതാണ് ശിവഗിരി പിൽഗ്രിമേജിനെ പറ്റിയിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, എന്താണ് ശിവഗിരി തീർത്ഥാടനത്തിനെ പറ്റിയിട്ടുള്ള ഒരു സമ്മറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചേർത്തതിന് ശേഷം പറയാവുന്ന ഒന്നാണ്. അപ്പോൾ അതാണ് കോൺവെർസേഷൻ ദാറ്റ് സ്പ്രെഡ്സ് ലൈറ്റ് എന്നുള്ളതിൻ്റെ സിനോപ്സിസ്. അതിൻ്റെ സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ പറഞ്ഞാണ് എന്താണ്, അറ്റംപ്റ്റ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ പ്ലേ കേളു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് യൂണിവേഴ്സിറ്റീൻ്റെ തന്നെ ഗൈഡാണ്. ഗൈഡിൽ കൊടുത്തിട്ടുള്ള ഉത്തരമാണ്. ഗൈഡ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈഡുള്ളവർ ഗൈഡ് നോക്കുക, അല്ലെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വായിച്ച് നോക്കാം. ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ അവൈലബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ മെസ്സേജ് മീ, ഐ വിൽ റെസ്പോണ്ട്. അപ്പോൾ നമുക്ക് ഗൈഡ് നമ്മുടെ നാട്ടിലെ ഷോപ്പുകളിൽ അവൈലബിൾ ആയിരുന്നു. ഇനിയിപ്പോൾ കിട്ടാൻ പറ്റുവാണെങ്കിൽ അതൊന്ന് വാങ്ങിക്കാൻ ശ്രമിച്ച് നോക്കുക, അത് എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ചോദ്യം ഓപ്ഷണൽ രണ്ടാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറയാണ്. അറ്റംപ്റ്റ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ പ്ലേ കേളു. കേളു എന്നുള്ളൊരു പ്ലേയുടെ ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് ചോദിച്ചത്. ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ആദ്യം പ്ലേ മനസ്സിലാക്കണം. പ്ലേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതിനെ ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് ആയി. അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു കാര്യത്തിൽ എംഫസൈസ് ചെയ്യണം. നിങ്ങൾ ചോദ്യം കേട്ടിട്ട് ഞെട്ടിപ്പോകരുത്. ചോദ്യകർത്താവിന് നേരിട്ടൊരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ആ ചോദ്യത്തിന് അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഉത്തരത്തെ നമുക്ക് ആ ചോദ്യത്തിന് അനുസൃതമായിട്ട് മാറ്റാൻ പറ്റും. അതാണ് നമ്മുടെ റൈറ്റിങ്ങിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേളു ഈസ് എ പ്ലേ ഇൻ മലയാളം റിട്ടൺ ബൈ എൻ ശശിധരൻ ആൻഡ് ഇ പി രാജഗോപാലൻ. ദ പ്ലേ ഈസ് സിഗ്നിഫിക്കൻറ്റ് ആസ് ഇറ്റ് ഡെപ്പിക്സ് ദ ലൈഫ് ഓഫ് എ ഹിസ്റ്റോറിക്കൽ ഫിഗർ. നമുക്ക് വളരെ നോർമലായിട്ട് തന്നെ കാര്യങ്ങൾ തുടങ്ങാം. എന്താണോ അതിൽ പറയുന്നത് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ടെക്സ്റ്റിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യാം. എന്ന് വെച്ചാൽ അത് ബൈ ഹാർട്ട് പഠിക്കുകയല്ല വേണ്ടത്. ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഒരു 5-10 പോയിൻ്റ് ഒരു പാഠത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് എലോബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇറ്റ്സ് അബൌട്ട് വിദ്വാൻ പി കേളു നായർ, who was a nationalist leader in the freedom movement in Malabar under the British rule in the early 20th century. He was popular dramatist, actor, director, singer and orator. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആദ്യ എഴുത്തുകാരെ പറ്റിയിട്ട് നമ്മളൊന്ന് പറഞ്ഞു, പിന്നെ ആ കോണ്ടെക്സ്റ്റിനെ പറ്റി പറഞ്ഞു, പിന്നെ ആരാണ് ഇതിലത്തെ കഥാപാത്രം എന്ന് പറഞ്ഞു. ഹി വാസ് എ പോപ്പുലർ ഡ്രാമാറ്റിസ്റ്റ് ആക്ടർ, ഡയറക്ടർ, സിംഗർ ആൻഡ് ഒറേറ്റർ. അദ്ദേഹത്തിൻ്റെ വിവിധ മേഖലകൾ പറഞ്ഞു. ഹി വാസ് പോപ്പുലർ ഡ്രാമാറ്റിസ്റ്റ് ആക്ടർ, സിംഗർ ആൻഡ് ഒറേറ്റർ. ഹി വാസ് ഓൾസോ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ കൾച്ചറൽ ആക്ടിവിറ്റീസ്. ഓൾ ഹിസ് പ്ലേസ് ബ്ലെൻഡഡ് വിത്ത് മിത്തിക്കൽ തീംസ് വിത്ത് കണ്ടംപററി സിറ്റുവേഷൻസ്. ഇതേ സെൻറ്റൻസ് സ്ട്രക്ചർ ഒന്നും വേണ്ട. ഹി വാസ് എൻ ആക്ടർ, നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആക്ടർ, ഒറേറ്റർ, ക്രിയേറ്റർ, ഡ്രാമാറ്റിസ്റ്റ്, സിംഗർ. അപ്പോൾ അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ കൂടിയായിരുന്നു, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിൽ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്ത ആളായിരുന്നു. അതൊക്കെ പറയാം. ഇനി വീണ്ടും നമുക്കൊന്ന് എഴുത്തുകാരിലേക്ക് വരാം. എൻ ശശിധരൻ ആൻഡ് ഇ പി രാജഗോപാലൻ ട്രൈ ടു ക്യാപ്ചർ. അപ്പോൾ ഇതിൻ്റെ 2 റൈറ്റേഴ്സാണ്, എൻ ശശിധരൻ, ഇ പി രാജഗോപാലനും. ദേ ട്രൈ ടു ക്യാപ്ചർ not only fire and fury of the historical times in which Kerlu Nair lived, but the inner turmoil of the sensitive individual whom circumstances pushed to suicide at a young age. So, Vidwan P. Kerlu Nair, he suicided at his young age. So, he had 2 kind of problem. The problem of the society, circumstantial problem, and he had inner conflict.
അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഇന്നർ കോൺഫ്ലിക്റ്റുമാണ് അദ്ദേഹത്തിനെ ആ ഒരു അകാല മരണത്തിലേക്ക് നയിച്ചത്. ആ കാര്യവും കൂടെ നമുക്ക് പറയാം. ദ പ്ലേ, ഇനി ആ പ്ലേയെ പറ്റി പറയുന്നത് നോക്കൂ. ദ പ്ലേ ക്യാൻ ബി കൺസിഡേർഡ് ടു ബി ഹിസ്റ്റോറിക്കൽ. ഇത് തന്നെയാണ് ക്രിട്ടിക്കൽ അനാലിസിസ്. ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള മറ്റെന്തോ കാര്യമല്ല, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദ പ്ലേ ക്യാൻ ബി കൺസിഡേർഡ് ടു ബി ഹിസ്റ്റോറിക്കൽ പ്ലേ ആസ് ഇറ്റ് ഡെപിക്ട്സ് ദ ലൈഫ് ഓഫ് വിദ്വാൻ പി കേളു നായർ. It's a historical play because it depicts the life of a historical figure, Vidwan P. Kerlu Nair. However, it cannot be called a historical play in the common sense of the term. The difference is that here the historical events in the life of the hero are just alluded. What is emphasized in the inner struggle of Kerlu experience through his life. അപ്പോൾ ഇവിടെ ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ അല്യൂഷൻ നടത്തി, അതായത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ രീതിയിൽ ഒന്ന് താരതമ്യം ചെയ്തിട്ടാണ് പറയുന്നത്. വാട്ട് ഈസ് എംഫസൈസ്ഡ് ഹിയർ ഈസ് ഹിസ്റ്റോറിക്കൽ ഫിഗർ ആണെങ്കിൽ കൂടിയും ഈ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള കേളു എന്നുള്ള നാടകത്തിൽ എന്താണ്, കേളു എക്സ്പീരിയൻസ് എൻ ഇന്നർ സ്ട്രഗിൾ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആത്മസംഘർഷങ്ങളാണ് ഇവിടെ കൂടുതൽ പറയുന്നത്. കേളു എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് ഇന്നർ സ്ട്രഗിൾ ഹി എക്സ്പീരിയൻസസ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. His life as an artist more important than the publicity of his political position and ideology. He loved art most. The ideology and external conflict with the members of his family realistically he what we can call അദ്ദേഹം റിയലിസ്റ്റിക്കലി യഥാർത്ഥമായിട്ടാണ് അത് ചിത്രീകരിക്കപ്പെടുന്നത് അല്ലേ, റിയലിസ്റ്റിക്കലി പോർട്രേഡ് ആണ്. It analyzes the inner turmoil in life as an individual which finally led to ഹിസ് എക്സിസ്റ്റ് ഫ്രം ദ വേൾഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മസംഘർഷങ്ങളാണ് അദ്ദേഹത്തിന് ഈ ജീവിതത്തിൽ നിന്നും ജീവിതം ഉപേക്ഷിച്ച് പോകാൻ അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് കഥ മാത്രമല്ല, കഥയുടെ കൂടെ നമ്മുടെ അഭിപ്രായം കൂടെ കൂട്ടിച്ചേർത്തു. അതാണ് ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് അനലൈസസ് ദ ഇന്നർ ടെർമോയിൽ ഇൻ ലൈഫ് ആസ് ആൻ ഇൻഡിവിജ്വൽ which finally led to exist from the world. The play derives is the thematic importance from the various concept or expressed through it. The most important idea of art derived here is that an artist should not be judged by his personal life. ഇതൊക്കെ ക്രിട്ടിക്കൽ അനാലിസിസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചോദ്യമാണോ എളുപ്പമുള്ളത് നമുക്ക് അതിനനുസരിച്ച് എഴുതാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി ജീവിതം എന്നുള്ള രീതിയിലല്ല നമ്മളൊരു കലാകാരനെ കാണേണ്ടത്, പകരം അദ്ദേഹത്തിൻ്റെ കല എന്നുള്ള കാര്യത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ്. ഇറ്റ് മീൻസ് ദാറ്റ് വൺ ഷുഡ് നോട്ട് ബി കൺഫ്യൂസ് ആസ് ദ ആർട്ടിസ്റ്റ് വിത്ത് ആർട്ടിസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് ഷുഡ് നോട്ട് മെഷർ ദ വാലിഡിറ്റി ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് ദ ആർട്ടിസ്റ്റ് റൈറ്റർ. ആർട്ട് ഈസ് നോട്ട് വേർഡ്സ് അലോൺ, ഇറ്റ് കൺജോയിൻസ് വേർഡ്സ്, ആക്ഷൻസ്, വാക്ക് ആൻഡ് കർമ്മ. Poet agrees with it and says that it's a new answer to the old question, who is an artist? So they come to concept of an artist as the one who harmoniously blends words. നമുക്കറിയാം ഇതൊരു പ്ലേയുടെ ഉള്ളിലത്തെ പ്ലേ ആണല്ലേ. അപ്പോൾ ഒരു പ്ലേ എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ നടക്കുന്നുണ്ടല്ലോ, ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്. അത് നെക്സ്റ്റ് അവിടെ നമുക്കൊരു മിറർ സീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിറർ സീനിനെ പറ്റി ചിലപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചോളാം. മിറർ സീനിൽ എന്താണ് സംഭവിക്കുന്നത്? മിറർ സീൻ ഡ്യൂറിങ് ദിയർ കോൺവെർസേഷൻ റിവീൽസ് ഫർദർ ദ ഐഡിയാസ് അബൌട്ട് ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ്. They look into the mirror and notices the various titles conferred upon them by the people. However, both of them are not satisfied with the faces they see in the mirror. They realize that they are not genuinely represented. Hence, they come to know further ideas about the artist and those who are not in need of mirrors to convey their version of life. The final realization is that art is not just a mirror held to life. So, one has to differentiate between the personal life of an artist and what depicts in his work. So the conclusion they arrive at is an impressionality theory of art. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് നിന്നത് പേജ് നമ്പർ 52 പറയുന്ന കേളു എന്ന പ്ലേയിലെ ആ പ്ലേ എഴുത്തുകാരനും പ്ലേയിലെ കേളു എന്ന കഥാപാത്രവും തമ്മിൽ വരുന്ന ഒരു മിറർ സീനിൽ വരുന്ന ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ക്രിട്ടിക്കൽ അനാലിസിസ് ആണെങ്കിലും നമുക്ക് കഥയെ നേരിട്ടങ്ങ് എഴുതാൻ പറ്റുന്ന ഒന്നാണ്. നേരിട്ടങ്ങ് എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ചെറിയൊരു അനാലിസിസ് നടത്തിയിട്ട് അതിലുള്ള നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇന്നത് കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ഈ കേളു എന്നുള്ളൊരു
വർക്കിലുള്ളത്. അപ്പോൾ കേളു എന്നുള്ളൊരു വർക്കിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇതൊരു പ്ലേ ആണ് അല്ലേ, മുന്നേ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പ്ലേ ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മലയാളത്തിൽ എഴുതിയ ഒരു പ്ലേ ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു പ്ലേ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്, അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെ ഉണ്ട് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ അവരൊക്കെ ആരൊക്കെയാണ്, അവരുടെ ഒരു ഡെസിഗ്നേഷൻ ആരൊക്കെയാണ്, ആ കഥ നടക്കുന്ന സംഭവം, നടക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ അത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അത്രയും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു എസ്സേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അത് നിങ്ങൾ എഴുതുക. അപ്പോൾ കേളു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്താണ്. അത് പ്രധാനപ്പെട്ടതാവുന്നതിൻ്റെ കാരണങ്ങൾ ഇതാണ്. ഒന്നത് കേരളത്തിലെ ഒരു അൺസങ് ഹിസ്റ്ററിയാണ്, അല്ലെങ്കിൽ അധികം ആരും പറയപ്പെടാതെ പോയ ഒരു ജീവിത ചരിത്രമാണ്. മാത്രമല്ല ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ചരിത്രം എന്നുള്ളത് കൊണ്ട് എപ്പോഴും ചോദ്യകർത്താവ് കേളുവിനൊരു പ്രാധാന്യം നൽകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ കഥ വായിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കഥ 1-2 തവണ വായിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. കഥ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ മലയാളം വേർഷൻ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്, മലയാളവും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷത്തെ റീഡിങ്സ് ഓൺ കേരളയുടെ ചോദ്യത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ രണ്ട് എസ്സേയിൽ കഴിഞ്ഞ വർഷം ചോദിച്ചത് ഒന്ന് ക്യൂറിങ് കാസ്റ്റ് എന്നുള്ള സഹോദരൻ അയ്യപ്പൻ്റെ പോയത്തിൽ നിന്നും, അതുപോലെ തന്നെ ഒന്ന് 5ാമത്തെ പാഠമായിട്ടുള്ള പാർട്ടിങ് ഫ്രം ദ ലൈഫിൽ നിന്നുമാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏത് പാഠഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ 5 പാഠങ്ങളിൽ 5ഉം പ്രധാനപ്പെട്ട തന്നെയാണ്. ഏതെങ്കിലും ഒരു പാഠത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 5 നിന്ന് സിലബസിൽ തന്ന ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പാഠത്തിൽ നിന്നും കേളുവിൽ നിന്നും ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ പാർട്ടിങ് ഫ്രം ദ പാത്ത് ഓഫ് ലൈഫിൽ നിന്നും ക്യൂറിങ് കാസ്റ്റിൽ നിന്നും ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ 2 ചോദ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇനി വരാൻ പോകുന്ന പരീക്ഷ വരുന്നതെങ്കിൽ എരി എന്നുള്ള പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ട് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങൾ ഇപ്രാവശ്യം ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ചോദിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് തന്നെ ഇപ്രാവശ്യം ചോദിക്കാം. അപ്പോൾ പാരഗ്രാഫ് ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് എസ്സേ വന്നിട്ടില്ലെങ്കിൽ പാരഗ്രാഫ് എന്തായാലും വരും. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് എല്ലാം നമുക്ക് കവർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പാഠത്തിൽ നിന്നും എസ്സേ ഇപ്രാവശ്യം വന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ശ്രീനാരായണ ഗുരുവിൻ്റെ പാഠത്തിൽ നിന്നും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് എരി എന്നുള്ളത് എസ്സേക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടില്ല കഴിഞ്ഞ 2 ചോദ്യങ്ങളിലും. അതുകൊണ്ട് ഇപ്രാവശ്യം എരി എന്നുള്ള പാഠം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെയുള്ളൊരു രീതിയിലാണ് ചോദ്യം വരുന്നതെങ്കിൽ. അപ്പോൾ അത് വരണം എന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, എങ്ങനെയും വരാം. എന്നാലും ഈ 2 ചോദ്യങ്ങളിലും എരിയെ പറ്റി ചോദിക്കാതിരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചത് ഹൗ ഡസ് സഹോദരൻ അയ്യപ്പൻസ് പോയം ക്യൂറിങ് കാസ്റ്റ് ക്രിട്ടിസൈസസ് കാസ്റ്റിസം. കാസ്റ്റിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എങ്ങനെയാണ് ക്യൂറിങ് കാസ്റ്റിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താണ്, ദാറ്റ് പോയം ഇറ്റ് സെൽഫ് ഈസ് ദർ ടു ക്രിട്ടിസൈസ് കാസ്റ്റ് അല്ലേ, കാസ്റ്റിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയാണ്. അപ്പോൾ ആ പോയത്തിൻ്റെ ബേസിൽ നിങ്ങൾ എഴുതേണ്ടത് ഒരു എസ്സേ ആണ്. അപ്പോൾ പോയത്തിനെ എഴുതുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങളൊന്ന് റഫായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പോയിൻറ്റ്സിനെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗത്തിൽ സഹോദരൻ അയ്യപ്പനെ പറ്റി പറയുന്നു. രണ്ടാമത് നിങ്ങൾ ക്യൂറിങ് കാസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മളെ കേരളത്തിൻ്റെ ജാതി ആ വ്യവസ്ഥിതിനെ പറ്റിയിട്ട് പറയുന്നു. പിന്നെ എന്താണ് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പോയത്തിൻ്റെ വഴിയിലൂടെ പറയണം. മറ്റ് വർക്കുകളാകുമ്പോൾ നിങ്ങൾക്ക് അതൊരു ആർട്ടിക്കിൾ ആകുമ്പോൾ അല്ലെങ്കിൽ കഥയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ
പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു നല്ലൊരു പ്ലാനിലൂടെ തന്നെ ഇതിൻ്റെ എസ് എഴുതാൻ ശ്രമിക്കണം. ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ ഒന്ന് പോവാം. സഹോദരൻ അയ്യപ്പൻ ഈസ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ദ പ്രോമിനൻറ്റ് ലീഡേഴ്സ് ഓഫ് കേരള റിനൈസൻസ്. He was a revolutionary poet, rationalist and a strong administrator. However, he changed the face of history in Kerala as a social reformer. He fought a brave battle against the evils prevalent in the society, especially the caste system. അപ്പോൾ ആദ്യം നിങ്ങൾ എന്തായാലും ഏത് എസ്സേ എഴുതുന്നുണ്ടെങ്കിലും ആദ്യത്തെ പാരഗ്രാഫ് ഒരു 5-10 വരികൾ തീർത്തും നിങ്ങൾക്ക് ആ എഴുത്തുകാരെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ എഴുതാം. ഇനിയാണ് ക്യൂറിംഗ് കാസ്റ്റിലേക്ക് വരുന്നത്. നോക്ക്, ക്യൂറിംഗ് കാസ്റ്റ് ഈസ് വൺ ഓഫ് ദ റെവല്യൂഷണറി പോയംസ് written by Sahodaran Ayappan. The poem is a strong criticism of the evils of caste system followed in Kerala society. The poet compares caste to kind of a disease and analyzes its causes and effects. He considers caste as a disease. That is why the poem is titled as what? Curing caste. Poem ക്യൂറിംഗ് കാസ്റ്റ് എന്നുള്ള ടൈറ്റിൽ ഈ പോയത്തിന് വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഹി കൺസിഡേഴ്സ് കാസ്റ്റ് ആസ് എ ഡിസീസ്, അല്ലേ? ആ ഒരു അസുഖത്തെ നമ്മൾ ഭേദമാക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ആ കവിതയെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ പറയാവുന്നതാണ്. കാരണം ഒരു പോയത്തിനെ പറ്റി ചോദിച്ച എസ്സേയിൽ നമുക്കറിയാം അത് വളരെ ജനറലായിട്ട് തന്നെ ആയിരിക്കും ചോദ്യം ഉണ്ടാവുന്നത്. പോയത്തിൻ്റെ ബേസിലാണ് ചോദ്യം ഉണ്ടാവുന്നതെങ്കിൽ ജനറൽ തന്നെ ആയിരിക്കാം ചോദ്യം ഉണ്ടാവുന്നത്. അപ്പോൾ കുറ്റിപ്പുറം ബ്രിഡ്ജും ഈ ക്യൂറിംഗ് കാസ്റ്റൊക്കെ എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള പോയം തന്നെയാണ്. അതിൽ അത്രയും, അതുപോലെ പൊയ്കയിൽ അപ്പച്ചനും ഈ പോയം വാട്ട് അബൌട്ട് മൈ റേസ് അതും ചോദിക്കാം. എന്തായാലും ക്യൂറിംഗ് കാസ്റ്റ് എന്നുള്ളൊരു പോയം ഉറപ്പായിട്ടും അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കണം. കുറ്റിപ്പുറം ബ്രിഡ്ജ് കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ എഴുതാൻ പറ്റുന്ന 2 പോയത്തിലും കാര്യങ്ങളുണ്ട്. അപ്പോൾ വരികൾ ഓർമ്മയിലുണ്ടായിരിക്കണം. മലയാളത്തിൽ ഓർമ്മയിലുണ്ടായാൽ തന്നെ മതി. അപ്പോൾ നമുക്കതിനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളെ റൈറ്റിംഗ് ഡിസ്ക്രിപ്റ്റീവായിട്ട് നിങ്ങൾ എത്ര കൂടുതൽ എഴുതുന്നോ അത്ര തന്നെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്യൂറിംഗ് കാസ്റ്റിൻ്റെ എസ്സേ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇവിടെ പറഞ്ഞ് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഉള്ളത് നോക്കുക. അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എനി അതർ പേഴ്സണൽ നോട്ട്സ് യു ക്യാൻ റീഡ്. നമ്മുടെ പോയം തന്നെ മതി. പോയം തന്നെ ഡീറ്റെയിൽ ആയിട്ട്, അതത്ര അൺനോൺ വേർഡ്സ് ഉള്ളതൊന്നുമല്ല. പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ജസ്റ്റ് മേക്ക് എ കമൻറ്റ്. ഈ പറഞ്ഞ പോയിന്റുകളിലൂടെയൊക്കെ പോയിട്ടായിരിക്കണം നമ്മൾ ക്യൂറിംഗ് കാസ്റ്റിനെ പറ്റിയിട്ട് എഴുതേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുന്ന ഒന്നായിരിക്കണം. അതിൽ അത്രയും കണ്ടൻറ്റ് അതിലുണ്ട്. ക്യൂറിംഗ് കാസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അപ്പോൾ നോക്കൂ, കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു, ക്യൂറിംഗ് കാസ്റ്റ് എങ്ങനെ കാസ്റ്റ് സിസ്റ്റത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കൂ. വാട്ട് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് അണ്ടർ ദ മാട്രിലീനിയൽ സിസ്റ്റം ഡു വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ഓട്ടോബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ചെറുകാട്. ഞാനിതിൻ്റെ തുടക്കത്തിൽ ഇൻട്രഡക്ഷനിൽ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ മാട്രിലീനിയൽ സിസ്റ്റം തന്നെയാണ് ചെറുകാടിൻ്റെ ജീവിത പാത, പാർട്ടിങ് ഫ്രം ദ പാത്ത് ഓഫ് ലൈഫ്. ചെറുകാടിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീടും തറവാടും അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ ജീവിതത്തിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പാർട്ടിങ് ഫ്രം ദ ലൈഫ്, ജീവിത പാതയിലത്തെ മുഴുവൻ കാര്യങ്ങളും കഥ തന്നെ നിങ്ങൾക്ക് അവിടെ പറയാവുന്ന ഒന്നാണ്. അതാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം. ഞാനത് വീണ്ടും വായിക്കുന്നില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വാട്ട് എ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് അണ്ടർ മാട്രിലീനിയൽ സിസ്റ്റം ഡു വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ഓട്ടോബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ചെറുകാട്. വീണ്ടും പറയുന്നു, ചോദ്യത്തിൻ്റെ ആ ഒരു വലിപ്പത്തെ അല്ല നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ജീവിത പാത, പാത്ത് ഓഫ് ലൈഫ് എന്നുള്ളിടത്ത് എന്താണ് ചെറുകാട് ഗോവിന്ദ പിഷാരടി പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെയാണുള്ളത്, ഈ ഒരു മാട്രിലീനിയൽ സിസ്റ്റം അല്ലേ, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയുന്നു അല്ലെ. ജീവിതപാത എന്നുള്ളത് അതിലൊരു ചെറിയൊരു നമുക്കുള്ളൊരു അതിൻ്റെ ഒരു എക്സെപ്റ്റ് മാത്രമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ കാര്യത്തെ നിങ്ങൾക്ക് അവിടെ വിശദീകരിച്ച് എഴുതാൻ പറ്റും. അവിടെയും എന്താണ് ഈ പറഞ്ഞ പോലെ ആരാണ് ചെറുകാട് ഗോവിന്ദ പിഷാരടി എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം കാര്യങ്ങൾ എഴുതി തുടങ്ങുക. 3 പേജിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതാനും പറ്റണം. അപ്പോൾ ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എഴുതാനും പറ്റുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചോദ്യ പേപ്പറിൻ്റെ വലിയൊരു മാർക്കിൻ്റെ ഭാഗം, അതായത് ഏതാണ്ട് പകുതിയോളം ആയി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 എസ്സേയെ പറ്റി പറഞ്ഞു നമ്മൾ. 2 എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൊഡ്യൂൾ 1-ൽ നിന്ന് ആണ് 2 എസ്സേ ചോദ്യം തരുന്നത്. ആ 2 എസ്സേ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ എഴുതേണ്ടത്
ഒരു എസ്സേ മാത്രമാണ്. അതാണ് വീണ്ടും പറയാനുള്ളൊരു കാര്യം. അപ്പോൾ അത് കൃത്യമായിട്ട് മൊഡ്യൂൾ 1 എന്താണ് പ്രധാനപ്പെട്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ചോദ്യം വരാം. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പാഠഭാഗങ്ങളെ പറ്റിയിട്ട് ഇൻഡിവിജ്വൽ പാഠങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പുസ്തകം വായിച്ചാൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കഥ നിങ്ങൾ ആദ്യം ഒന്ന് കേട്ട് നോക്കിയതിന് ശേഷം പുസ്തകം വായിക്കും. We can go through the essay questions, second essay questions of University Syllabus Model Question. ഇപ്പോൾ നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞത് യൂണിവേഴ്സിറ്റി സിലബസിൽ ആദ്യ സെഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദിച്ച 2 എസ്സേസ് പറഞ്ഞു. പിന്നീട് നമ്മൾ കഴിഞ്ഞ വർഷം ചോദിച്ച 2 എസ്സേസ് പറഞ്ഞു ഒന്നാമത്തെ ഭാഗത്ത്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലെ എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 2 നിന്ന് വരുന്നതാണ്. അത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കൂ. ഹൗ ഡസ് പൊയ്കേൽ അപ്പച്ചൻസ് പോയം എബൌട്ട് മൈ റേസ് എ സോങ് റെപ്രസെൻറ്റ് ദ പീപ്പിൾ ബിലോങ്ങിങ് ടു ഹിസ് റേസ്. സോ ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. ഓപ്ഷണൽ ചോദ്യം എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹ ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് a mutual relationship between local and the national movements during the liberation struggle. Explain. അപ്പോൾ how does പൊയ്കേൽ അപ്പച്ചൻസ് പോയം, ഒന്നാമത്തെ ചോദ്യം നമുക്ക് അറിയാം. പൊയ്കേൽ അപ്പച്ചൻസ് പോയം എബൌട്ട് മൈ റൈസ്. എബൌട്ട് മൈ റൈസ് എന്നുള്ള പോയം അത്ര ബുദ്ധിമുട്ടുള്ള പോയല്ല. പോയത്തിൻ്റെ വരികളിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കവിത ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഥ എളുപ്പം എന്നുള്ള രീതിയിൽ കാണരുത്. ശരിക്കും പോയാണ് നിങ്ങൾക്ക് ആ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാധ്യത നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ പേജ് നമ്പർ 73 കവിത നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. മലയാളത്തിൽ തന്നെ അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പം എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം അത് എഴുതുമ്പോൾ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? വൈക്കം സത്യാഗ്രഹ ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലോക്കൽ ആൻഡ് ദ നാഷണൽ മൂവ്മെൻറ്റ് ഡ്യൂറിങ് ദ ലിബറേഷൻ സ്ട്രഗിൾ. എക്സ്പ്ലെയിൻ. ഇതും വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എന്താണ്, അത് ലിബറേഷൻ സ്ട്രഗിൾ തന്നെയാണ് അല്ലേ, അത് വിമോചന സമരം തന്നെയാണ്. അപ്പോൾ ആ ലിബറേഷൻ സ്ട്രഗിൾ തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹം അതിൻ്റെ ഒരു ഗുഡ് എക്സാമ്പിളാണ്. അത് എന്തുണ്ടാക്കി എടുത്തിട്ടുണ്ട്? ലോക്കൽ ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ്, അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ദേശീയ തലത്തിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും ഒരു ലിബറേഷൻ ആണല്ലോ അല്ലേ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അതേ ഗുണമുള്ളത് തന്നെയാണ് സ്വാതന്ത്ര്യവും. സ്വാതന്ത്ര്യം എന്തിനാണ്? എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുന്നതിനാണല്ലേ, ഒരേപോലെ ഉണ്ടാവുന്നതിനാണ്. അതേപോലെ തന്നെയാണ് വൈക്കം സത്യാഗ്രഹം കേരളത്തിൽ നടക്കുന്നത്. എന്താണ്? കേരളത്തിലെ ജാതീയതയ്ക്കെതിരെ മനുഷ്യരെല്ലാവരും എല്ലാ മനുഷ്യർക്കും എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റുന്നതിന്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന്. അപ്പോൾ അതിന് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടും ഒന്നാണ്, അല്ലെങ്കിൽ അത് രണ്ടും ഒന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെടുത്തി പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ അവിടെ പറയേണ്ടത് തന്നെയാണ് വൈക്കം സത്യാഗ്രഹം തന്നെയാണ് പറയേണ്ടത്. വൈക്കം സത്യാഗ്രഹം പറയുമ്പോൾ അതിൽ ദേശീയ നേതാക്കളുടെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് വ്യക്തമാക്കിയിട്ട് കാണാൻ പറ്റും. ഗാന്ധിജീൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതൊക്കെ പറയുമ്പോൾ തന്നെ എന്തായി, അത് ദേശീയതയിലേക്ക് വന്നു. അതുപോലെ നമ്മുടെ നാട്ടിലത്തെ ലോക്കലായിട്ടുള്ള പ്രോബ്ലം, കാസ്റ്റ് പരമായിട്ടുള്ള പ്രോബ്ലത്തിനെ പറ്റി പറയുമ്പോൾ അത് ലോക്കലൈസ് ചെയ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ കണ്ടന്റ്. അപ്പോൾ ഈ രണ്ടും കൂടെയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ പേപ്പർ ഒരു എളുപ്പമാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് ഈ 10 പാഠങ്ങൾ നമുക്ക് അതിൻ്റെ കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എഴുതാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ സിലബസിലുള്ളത്. നെക്സ്റ്റ്, കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ നോക്കൂ. മൊഡ്യൂൾ 2 നിന്നുള്ള എസ്സേ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫസ്റ്റ് വൺ, ഇടശ്ശേരി ഗോവിന്ദൻ നായർസ് പോയം ദ കുറ്റിപ്പുറം ബ്രിഡ്ജ് ഡിസ്ക്രൈബ്സ് ദ ഡിലേമ ഫേസ്ഡ് ബൈ ദ പോയറ്റ് confronted by the merits and demerits of Kerala's modernization. Explain. രണ്ടാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹ is a good example of mutual relationship between the local and the national movements during the liberation struggle. Explain. നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, യൂണിവേഴ്സിറ്റി മോഡൽ ക്വസ്റ്റ്യനിലും വൈക്കം സത്യാഗ്രഹം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിലും വൈക്കം സത്യാഗ്രഹം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 2 ചോദ്യങ്ങളിലും ചോദിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഒരുപക്ഷെ ചോദിക്കില്ല എന്നുള്ളതാണ് നമുക്ക് സാധ്യത തോന്നുന്നത് എസ്സേയിൽ. പക്ഷെ നമുക്കതിനെ പൂർണ്ണമായിട്ടും വിലക്കെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് അത്രയും പ്രധാനപ്പെട്ട പാഠമാണ്. അതുകൊണ്ട്
ഈ വർഷവും അത് ചോദിച്ചേക്കാം. ഈ ചോദ്യത്തിൻ്റെ ഒരു രീതി ഒന്ന് മാറും എന്നുള്ളത് മാത്രം. എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പാഠമല്ല, കാരണം ഇത് എസ്സേ ചോദിച്ചിട്ടില്ലെങ്കിൽ അത് പാരഗ്രാഫ് ചോദിക്കും. അപ്പോൾ ഈ 10 കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ ഒരു ആവശ്യകത അതാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കുറ്റിപ്പുറം പാലം എന്നുള്ളൊരു കവിതയിൽ നിന്ന് കുറ്റിപ്പുറം പാലത്തെ നോക്കിയിട്ടാണ് കവി പറയുന്നത് അല്ലേ. കുറ്റിപ്പുറം പാലത്തെയും പാലത്തിൻ്റെ താഴെയുടെ ഒഴുകുന്ന പേരാറിനെയും ഭാരതപ്പുഴയും നോക്കിയിട്ടാണ് കവി അദ്ദേഹത്തിൻ്റെ ആത്മസംഘർഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഡിലേമ, അദ്ദേഹത്തിൻ്റെ കൺഫ്യൂഷനാണല്ലേ, എന്തായിരിക്കും കേരളത്തിന് സംഭവിക്കുന്ന ഈ ഒരു മോഡേണൈസേഷൻ, ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ കാലത്ത് 36 ലക്ഷം രൂപ ചെലവഴിച്ച് പാലം നിർമ്മിക്കപ്പെടുന്നത്. പക്ഷേ പാലത്തിൻ്റെ അടിയിലൂടെ പോകുന്ന പേരാറിന് പാലമില്ലാതിരുന്നപ്പോൾ പോയ പേരാർ എന്നോട് ഉദ്ദേശിക്കുന്നത് ഭാരതപ്പുഴ, അതിന് രണ്ടിനുള്ളൊരു വ്യത്യാസം തന്നെയാണല്ലേ. അത് ആ ഒരു വ്യത്യാസം തന്നെയാണ് കവിത പറയുന്നത്. അപ്പോൾ ഇടശ്ശേരി ഗോവിന്ദൻ നായരെ പറ്റി പറയുന്നു, കവിതയിൽ എന്താണെന്ന് പറയുന്ന കാര്യങ്ങൾ എഴുതുന്നു. പറ്റുമെങ്കിൽ നമുക്ക് അതിൽ പറഞ്ഞ വാക്കുകൾ നമുക്ക് അതേ വരികൾ തന്നെ നിങ്ങൾക്ക് പോയത്തിൻ്റെ എസ്സേ എഴുതുമ്പോൾ അതേ വരികൾ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും മികച്ച ഒരു നീക്കമായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. പോയത്തിൽ നിന്നാണ് എസ്സേ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പോയത്തിലെ പ്രധാനപ്പെട്ട 1-2 വരികൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. അതിന് വലിയ പണിയില്ല. 1-2 വരികളൊന്ന് ഓർത്ത് നിന്നാൽ മതി. 1-2 വരികൾ നിങ്ങൾക്ക് ഓർമ്മിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു എഴുത്തിൻ്റെ ഒരു നല്ലൊരു രീതിയാണ് കവിതയിൽ ഏതെങ്കിലും വരികൾ ഓർത്ത് വെക്കുക എന്നുള്ളത്. കുറ്റിപ്പുറം പാലത്തിൽ ഏറ്റവും അവസാനം വരി ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നോക്കുക എന്താണ്? ഓ മദർ പെരിയാർ, വുഡ് യു ഓൾസോ ടേൺ ഇൻ ടു എ ഗ്രീവിങ് റീക്കിംഗ് ഡ്രെയിൻ. അമ്പ പേരാറെ നീ മാറിപ്പോകുമോ ആകുലയാമൊരു അഴുക്കുചാലായി. അതാണ് കവിയുടെ ഒരു ആശങ്ക അല്ലേ, ആ ഒരു ആകുലത. അത് ഒന്ന് നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതാണ് കവിതയിലെ ഒരു പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിനെ പറ്റി ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ 2 ചോദ്യങ്ങളും വീണ്ടും വീണ്ടും പറയുന്നു. ചോദ്യങ്ങൾ പെർട്ടിക്കുലറായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ഉത്തരം ജനറലായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യത്തെ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സേ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ തന്നെ സിലബസിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളും. അപ്പോൾ നമ്മൾ 4 ചോദ്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു അല്ലേ. 4 ചോദ്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. മൊഡ്യൂൾ 1-ൽ നിന്ന് 2, മൊഡ്യൂൾ 2-ൽ നിന്ന് 2. 4 ചോദ്യങ്ങൾക്കും ഈ 2 വീതം പാഠഭാഗങ്ങളെ പറ്റി പറഞ്ഞു. അങ്ങനെ 8 പാഠഭാഗങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാരഗ്രാഫ് ക്വസ്റ്റ്യനും 2 ബഞ്ചസ് ആയിട്ടാണ് ഉണ്ടാവുക. അതായത് മൊഡ്യൂൾ 1-ലേത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യനും മൊഡ്യൂൾ 2-ലേത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യനും. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ മീൻസ് 8 to 100 വേർഡ്സ് ആണ്. ഞാൻ പറയുന്നത് നമുക്കൊരു പേജ് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ നല്ല കാര്യമായിരിക്കും. ഒന്നിൽ കൂടുതൽ എഴുതിയാലും നോ പ്രോബ്ലം. ഇങ്ങനെയുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ യൂണിവേഴ്സിറ്റി പറയുന്നത് അത്ര തന്നെ എഴുതണമെന്നില്ല, അതിൽ കൂടുതൽ എഴുതാൻ പറ്റും. കാരണം നമ്മൾ ഗ്രാമർ അല്ല പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള അത്ര തിയററ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ച അതിൻ്റെ ഒരു ആസ്വാദനം എന്നുള്ള രീതിയിലുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അത് എഴുതി വെക്കാം. അതിൻ്റെ ലെങ്ത്ത്, നമ്മൾ എഴുതുന്നതിൻ്റെ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാലും അത്ര കണ്ട് പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പറയാം, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ 2 ബഞ്ചസ് ആയിട്ടാണ് ഉണ്ടാവുക. 2 ബഞ്ചസ് മീൻസ് മൊഡ്യൂൾ 1-ൽ നിന്നുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യനും മൊഡ്യൂൾ 2-ൽ നിന്നുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യനും. അപ്പോൾ മൊഡ്യൂൾ 1-ൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തരും, 2 എണ്ണമാണ് എഴുതേണ്ടത്. 1-ന് 4 മാർക്ക്, അങ്ങനെ 8 മാർക്ക്. അതേപോലെ മൊഡ്യൂൾ 2-ൽ നിന്നും യൂണിവേഴ്സിറ്റി സിലബസിൽ നിന്ന് മൊഡ്യൂൾ 1-ൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. എക്സ്പ്ലെയിൻ സഹോദരൻ അയ്യപ്പൻസ് കോയിനേജ് കാസ്റ്റ് ഡിസീസ്. What does the story mentioned in the second question? What does the story mentioned in the beginning of the text tell about the character Eri? Describe the incident that finally persuades Kunyamaman to send the narrator to school. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ ചോദ്യം ക്യൂറിംഗ് കാസ്റ്റ് എന്നുള്ളത് മുന്നേ പറഞ്ഞു, നമ്മൾ വിഷയം മുന്നേ എസ് ചോദിച്ചതാണ് അല്ലേ. രണ്ടാമത്തെ ചോദ്യം നോക്ക്, എന്താണ്? എരിയിൽ നിന്നാണ് രണ്ടാമത്തെ ചോദ്യം വന്നത്. മൂന്നാമത്തെ ചോദ്യം
പാർട്ടിങ് ഫ്രം ദ ലൈഫ്. യൂണിവേഴ്സിറ്റി മോഡൽ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് വന്ന എസ് എ ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അതുപോലെ തന്നെ കേളുവിൽ നിന്നായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ എന്തായി, പാരാഗ്രാഫിൽ മറ്റ് 3 പാഠഭാഗത്തിൽ നിന്നും ചോദ്യം വന്നു. ഏതിൽ നിന്ന്? പാർട്ടിങ് ഫ്രം ദ ലൈഫ്, എരി, ക്യൂറിങ് കാസ്റ്റ്. അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുക. 2 എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ച പാഠഭാഗത്ത് നിന്നായിരിക്കില്ല പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ പാരാഗ്രാഫ് ക്വസ്റ്റ്യനും എസ് എയും വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാനും പറ്റില്ല. കാരണം എന്താണ്, പാരാഗ്രാഫ് ക്വസ്റ്റ്യന് 8 മാർക്കാണ്, എസ് എ ക്വസ്റ്റ്യന് 4 മാർക്കാണ്. 8 മാർക്ക് കിട്ടി 4 മാർക്ക് നമുക്ക് കളയാൻ പാടില്ല. അതുകൊണ്ട് പാരാഗ്രാഫിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നില്ല, എസ് എക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ചോദ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പാരാഗ്രാഫ് ക്വസ്റ്റ്യനും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ 1 പേജാണ് പാരാഗ്രാഫ് എഴുതേണ്ടത്. ഒന്നിൽ കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നമില്ല, 1.5 പേജ് വരെ എഴുതിയാലും പ്രശ്നമില്ല. 80 വേർഡ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ന് വെച്ച് 80 വേർഡ്സ് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ എഴുതരുത്. നമ്മൾ ഇങ്ങനെയുള്ള പേപ്പറിൽ എപ്പോഴും കുറച്ച് കൂടുതൽ എഴുതുന്നത് നല്ലതാണ്. അപ്പോൾ 3 ചോദ്യങ്ങളെ ഒന്നും കൂടെ നമുക്ക് പരിചയപ്പെടാം. കാസ്റ്റ് ഡിസീസ് എന്നുള്ള ഒരു വാക്ക് കൊണ്ടുവന്നത് സഹോദരൻ അയ്യപ്പനാണല്ലേ. അതുകൊണ്ടാണ് ക്യൂറിങ് കാസ്റ്റിൻ്റെ ഒരു ഡിസീസായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം തന്നെയാണ് ക്യൂറിങ് കാസ്റ്റിനെ മൊത്തം നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചോദ്യങ്ങളെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, പാഠഭാഗത്തെ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കൂടുതൽ ലെങ്തി ആയിട്ട് പോകും. പാഠഭാഗത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ക്യൂറിങ് കാസ്റ്റ് എന്നുള്ളത് ക്യൂർ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സിൻസ് ഇറ്റ് ഈസ് എ ഡിസീസ്. അപ്പോൾ അദ്ദേഹം ആണ് ഈ കാസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പോയിന്റ് തന്നെ നിങ്ങൾക്ക് അവിടെ പറയാം. വാട്ട് ഡസ് ദ സ്റ്റോറി മെൻഷൻഡ് ഇൻ ബിഗിനിങ് ഓഫ് ദ ടെക്സ്റ്റ് ടു ടെൽ അബൌട്ട് ദ ക്യാരക്ടർ എരി. അപ്പോൾ എരി എന്നുള്ള പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എരിയെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അല്ലേ. ഒരു സിനിമയിലാണെങ്കിൽ സിനിമ നടനെ പരിചയപ്പെടുത്തി തരാൻ നമ്മളൊരു സംഭവത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ എരി എന്ന ക്യാരക്ടറെ പറ്റി പരിചയപ്പെടുത്താൻ നല്ലൊരു ആശയം തന്നെ നമുക്ക്, അല്ലെങ്കിൽ നല്ലൊരു കോണ്ടെക്സ്റ്റിലൂടെയാണ് പ്രദീപൻ പാമ്പരിക്കുന്ന് എരിയെ നേരിട്ട് നമുക്ക് പരിചയപ്പെടുന്നത്. ഇന്ന സ്ഥലത്ത് ഇന്ന് ജീവിച്ചിരുന്ന ആളാണ് എരി എന്ന് പറഞ്ഞിട്ടല്ല അദ്ദേഹം എരിയിലേക്ക് പോകുന്നത്. സിനിമയിലെല്ലാം ഉള്ള ഒരു ടെക്നിക്ക് പോലെ ആദ്യം ഒരു സംഭവത്തെ പറ്റി പറഞ്ഞിട്ടാണ് എരിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രദീപൻ പാമ്പരിക്കുന്നിനെ പറ്റിയിട്ടും എരിയിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ എഴുതണ്ട, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമ്മളെ നോവൽ തുടങ്ങുന്നത് എന്താണ്? ചാലിയൻ രാമൻ എന്നുള്ള ഒരു ക്ലോത്ത് മേക്കർ അല്ലേ, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള തുണി എടുത്ത് അദ്ദേഹം കണ്ണൂരേക്ക് പോവുകയും അദ്ദേഹം ചൂട്ട് കത്തിച്ച് ഹി ഹാഡ് 10 miles more to go and ചൂട്ട് ദാറ്റ് ഹി ഹാഡ് ലൈറ്റൻഡ് ഇൻ പയ്യോളി ഹാഡ് ബേൺഡ് ഔട്ട്. അദ്ദേഹത്തിൻ്റെ ചൂട്ട് കത്തിത്തീരുകയും അദ്ദേഹത്തിന് ഇരുട്ടിലകപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൂട്ട് തീർന്നു പോവുകയും അദ്ദേഹം ഡാർക്ക്നെസ്സിൽ പെട്ട് ഹി റീച്ചഡ് ഇൻ 5ാം പിടിക where there was a ടീ സ്റ്റാൾ. അദ്ദേഹം ഒരു ചായക്കടയിൽ എത്തുകയും ആൻഡ് ഹി സോ someone sitting in the veranda when Raman asked for a chute and he asked for a chute. The anonymous man opened a box and applied some medicine to Raman's eyes. Then he could see well even in darkness. അങ്ങനെയാണ് എരി അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് ചോദിച്ചത്. ആ ഒരു കഥ, ആ ഒരു സന്ദർഭത്തെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. അതാണ് എരിയെ പറ്റി നിങ്ങൾ പറയേണ്ടത് അവിടെ. ദെൻ മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഡിസ്ക്രൈബ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ഫൈനലി പെർസ്വേഡ്സ് കുഞ്ഞമാമൻ ടു സെൻഡ് ദ നറേറ്റർ ടു സ്കൂൾ. ഞാൻ വായിക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ. നമുക്കറിയുന്ന കാര്യം എന്താണല്ലേ. കുഞ്ഞമാമൻ വാസ് റിലക്റ്റൻറ്റ് ടു സെൻഡ് ദ നറേറ്റർ ഹിസ് നെഫ്യൂ അവർ റൈറ്റർ ടു സ്കൂൾ. ആദ്യം അദ്ദേഹത്തിന് സ്കൂളിൽ വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. റിലക്റ്റൻ്റ് ആണല്ലേ, മടി കാണിച്ചു, താല്പര്യക്കുറവായിരുന്നു. ടു സ്കൂൾ ഫോർ ഫോർമൽ എഡ്യൂക്കേഷൻ. ഹി ഫൈനലി ഡിസൈഡഡ് ടു ഗിവ് ഹിം formal school education. It took place after the conversation with Raghav Pisharadi, who used to visit him. One of his visits, he showed a mark of biting on his wrist and explained what happened. He had a nephew who was really grown up, a liar and an adulterer. When he was thrown out of family, he used to steal rice from the temple. One day when Raghav Pisharadi tried to prevent him from stealing, his nephew escaped by biting on his wrist. Listening to this incident, Kunyamaman realized that consequences of having a nephew in family who would turn
perverse and rebel savagely. As a result of this incident, കുഞ്ഞമാമൻ decided to send narrator school. ഇപ്പോൾ ചെറുകാട് എങ്ങനെയാണ് സ്കൂളിലേക്ക് എത്തിയത്? ചെറുകാട് ഗോവിന്ദ പിഷാരടിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച വിദ്യാഭ്യാസവും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മഹാനാക്കി മാറ്റുന്നതിൽ വളരെ സഹായകമായ ഒന്നാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെ എത്തി, അതിൻ്റെ പിറകിലൊരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മാമൻ്റെ സുഹൃത്ത് രാഘവ പിഷാരടി അല്ലെങ്കിൽ രാഘവ പിഷാരടിയുടെ മരുമകൻ വീട്ടിൽ വളരുകയും സ്കൂളിൽ പോകാതിരിക്കുകയും അവസാനം മരുമകൻ വളരെ മോശം വഴിയിലേക്ക് പോവുകയും ഇദ്ദേഹത്തിനെ ആക്രമിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയതിൻ്റെ പുറത്തുള്ള ഒരു പേടി കൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അദ്ദേഹത്തെ സ്കൂളിലേക്ക് പഠിപ്പിച്ചത്. അപ്പോൾ പാർട്ടിങ് ഫ്രം ദ ലൈഫ് എന്നുള്ള പാഠഭാഗത്തിൽ ഏറ്റവും ഒരു ആസ്വാദ്യകരവും അല്ലെങ്കിൽ തമാശ നിറഞ്ഞതുമായിട്ടുള്ളൊരു ഭാഗമാണത്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷം അവിടുന്ന് എസ്സേയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും ഇത് പറയാം. കാരണം ഈ അമ്മാവൻ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ മാട്രിലിനിയൽ സൊസൈറ്റിയിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തെ നിങ്ങൾക്ക് ഇത് വെച്ച് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നോക്കൂ, കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ ചോദിച്ച ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള എസ്സേ ചോദ്യങ്ങൾ, പാരഗ്രാഫ് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. What are the salient features of Srinarayana Guru's concept of Shivagiri pilgrimage? Describe the parallel tradition of education existed in Kurumbanad. What are the reasons cited for the need of writing and presenting a play about Vidwan P. Kelunayar? മൂന്നും എളുപ്പമുള്ള ചോദ്യമാണ്. കഥ മനസ്സിലാക്കിയവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. വാട്ട് ആർ ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ശ്രീനാരായണ ഗുരു കോൺസെപ്റ്റ് ഓഫ് ശിവഗിരി പിൽഗ്രിമേജ്? നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ നമ്മളത് പറയുമ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് അല്ലേ, ശിവഗിരി പിൽഗ്രിമേജിൽ എന്തൊക്കെ ഘടകങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ കോൺവെർസേഷനെ പറ്റിയിട്ട് വലിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും പറയണ്ട. കാരണം ഗുരു പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എസ്സേ എഴുതാനുള്ളതായിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് ഭംഗിയായിട്ട് എഴുതാൻ പറ്റും, ഒരു പേജ് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലുണ്ട്. അത് വലിയൊരു ഒരു എസ്സേ എഴുതേണ്ട കാര്യങ്ങളിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഗുരു എംഫസൈസ് ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ സിമ്പിൾ ടേംസ് ആൻഡ് ദ ഹൈ ഐഡിയൽസ്. ദ കോൺവെർസേഷൻ റിവീൽസ് ദാറ്റ് റവല്യൂഷണറി സ്പിരിറ്റ്, പ്രൊഫറ്റിക് വിഷൻ മാനിഫെസ്റ്റഡ് ഇൻ ദ ലൈഫ് ഓഫ് ഗുരു. അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് റെഫ്യൂസൽ ടു കാസ്റ്റിസത്തിൻ്റെ സ്ട്രോങ് റെഫ്യൂസലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാട്ട് ആർ ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗുരു ആൻഡ് വിസിറ്റേഴ്സ് എന്നുള്ളതിൽ നമുക്കറിയാം, നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇതൊരിക്കലും ഒരു പെർട്ടിക്കുലർ ചോദ്യമല്ല, ഒരു ജനറൽ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശിവഗിരി പിൽഗ്രിമേജ് ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അപ്പോൾ അത് എന്ത് ചെയ്യണം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റും. പിന്നീടുള്ള ചോദ്യം നോക്കൂ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഡിസ്ക്രൈബ് ദ പാരലൽ ട്രഡീഷൻ ഓഫ് എഡ്യൂക്കേഷൻ എക്സിസ്റ്റഡ് ഇൻ കുറുമ്പനാട് അല്ലേ. നമുക്കറിയാം, അതായത് എരി എന്നുള്ള പാഠഭാഗത്തിൽ എല്ലാ കാര്യങ്ങളെയും അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, അവിടുത്തെ ഈ പറഞ്ഞ പഴയ കാലത്തെ വിദ്യാഭ്യാസ രീതിയെ പറ്റി പറയാനാണ്. അപ്പോൾ എന്താണ് നമുക്ക് പറയാം, ദർ വർ മെനി കാസ്റ്റ് കമ്മ്യൂണിറ്റീസ് ഇൻ കുറുമ്പനാട് ഹൂസ് മെമ്പേഴ്സ് ന്യൂ സാൻസ്ക്രിറ്റ് അറിയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരാലും അപ്രാപ്യമായിട്ടുള്ള അതാണ് ഭാഷ അല്ലേ. എല്ലാവർക്കും സാൻസ്ക്രിറ്റ് പഠിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിട്ടില്ല. ഇനി സ്കൂളിംഗ് എങ്ങനെയാണ്? ദർ വർ സ്കൂൾസ് ദാറ്റ് ടോട്ട് റൈറ്റിംഗ് ഇൻ സാൻഡിലാണല്ലേ, മണലെഴുത്താണ്. ദർ വർ എഴുത്താശാൻ, അതായത് അന്നേരത്തെ ടീച്ചേഴ്സിന് അറിയപ്പെടുന്ന എഴുത്താശാൻ എന്നാണ്. ഹു ട്രാവൽഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ആൻഡ് ടോട്ട് റൈറ്റിംഗ്. They stayed in place and taught അമരം, കാവ്യം, എഞ്ചുവടി എക്സെട്ര. അത് സാഹിത്യത്തിനെ പറ്റിയിട്ടും ഈ വ്യാകരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ ബേസിക് മാത്സ്, എഞ്ചുവടി എന്നൊക്കെ പറയുന്നത് അതാണ് എക്സെട്ര. ടു ദ ചിൽഡ്രൻ ദർ സം പീപ്പിൾ സ്റ്റഡീഡ് ദ ഹോൾ ഭാഗവതം. ഫോർ പീപ്പിൾ ഓഫ് മലയാളം കമ്മ്യൂണിറ്റി Mahabharatam was more important. The tales of Mahabharatam were incorporated in their various traditional rituals. The salient features of this education was that it was related to everyday life. പഴയ കാലത്തെ വിദ്യാഭ്യാസ രീതി അങ്ങനെയുള്ളതായിരുന്നു. അതാണ് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയാൻ പറ്റുന്നത്. എന്തായാലും എരി എന്നുള്ളത് മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അടുത്ത ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതും ടെക്സ്റ്റിലുള്ളതും ചോദ്യത്തിൽ ചെറിയൊരു സെൻറ്റൻസിലൊരു മാറ്റം മാത്രം. വാട്ട് ആർ കെ മാധവൻസ് റീസൺസ് ഫോർ സജസ്റ്റിംഗ്
the play on വിദ്വാൻ പി കേളു നായർ be written and enacted? എന്തുകൊണ്ടാണ് വിദ്വാൻ പി കേളു നായരുടെ പേരിലുള്ളൊരു നാടകം നമുക്ക് അവതരിപ്പിക്കണം അല്ലെങ്കിൽ നാടകമായിട്ട് അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളൊരു ചർച്ചയിലേക്ക് എത്തിയതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ്. നമുക്കറിയാവുന്ന കാര്യം എന്താണ്, കെ മാധവൻ, ദ സെക്രട്ടറി ഓഫ് ഫൗണ്ടേഷൻ, വാണ്ട്സ് ടു സെലിബ്രേറ്റ് ദ 15th ആനിവേഴ്സറി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, linking it with the memorial celebrations of Vidwan P. Kerala Nayar. According to Madhavan, it is not enough that one of his plays be staged. What he suggests is that new play about the life of Kerala Nayar must be written and enacted. അദ്ദേഹം വിദ്വാൻ പി കേളു നായർ തയ്യാറാക്കിയ ഏതെങ്കിലും നാടകം നമ്മൾ ഒരിക്കൽ കൂടി കളിക്കുക എന്നുള്ളതിനുപരിയായിട്ട് നമുക്ക് പുതിയൊരു നാടകം അവതരിപ്പിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? The basic reason is that the new generation is oblivious of the details about the heroic life of man. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അൺസങ് ഹിസ്റ്ററിയാണ്. ഒരു പക്ഷേ പുതിയ കാലത്തെ ആൾക്കാർക്ക് വിദ്വാൻ പി കേളു നായരെ പറ്റി പഠിക്കാനും ഒക്കെ അത് ഗുണം ചെയ്യും. ഈ ഒരു പ്ലേ ഉള്ളതുകൊണ്ട് നമ്മളും അദ്ദേഹത്തിനെ പറ്റി മനസ്സിലാക്കുന്നു എന്നുള്ളത് പോലെ. Moreover, nowadays people are not interested in reading, so play must be more attractive. അതുകൊണ്ടാണ് പ്ലേ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുന്നത്. റീഡിങ് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ പ്ലേ ആവുമ്പോൾ നാടകം കാണുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. പിന്നെന്താണ്, ദോ ദർ ഈസ് എ ബയോഗ്രഫി അബൌട്ട് ഹിസ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയെ പറ്റി ഒരു ജീവിതത്തെ പറ്റി ഒരു ലൈഫ് ഉണ്ടെങ്കിൽ കൂടിയും ദാറ്റ് ഈസ് നോട്ട് ലൈഫ്. മോർ ഓവർ നൗ ഡേയ്സ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ്. ബയോഗ്രഫി ആൾക്കാർ ഇൻട്രസ്റ്റഡ് അല്ല ഇന്ന്. സോ പ്ലേ ഹിംസെൽഫ് എ പ്ലേ himself was a great playwright who produced a very significant plays. അപ്പോൾ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാക്കിയ ഒരാളുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള നാടകം എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ വളരെ മഹനീയമായിട്ടുള്ള ഒന്നായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ. അങ്ങനെയാണ് ഈ ഒരു പ്ലേയിലേക്ക് എത്തുന്നത്. ഇതും ആ കേളു വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് എങ്ങനെ അവർ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച 1ാം മൊഡ്യൂളിനെ പറ്റിയിട്ടുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ 1ാം മൊഡ്യൂളിലെ എസ്സേ പറഞ്ഞു, പിന്നീട് 2ാം മൊഡ്യൂളിലത്തെ എസ്സേ പറഞ്ഞു, പിന്നീട് നമ്മൾ 1ാം മൊഡ്യൂളിലത്തെ ആദ്യം നമ്മൾ 1ാം മൊഡ്യൂളിലത്തെ എസ്സേ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലുള്ളതും കഴിഞ്ഞ വർഷം പരീക്ഷയിലുള്ളതും പറഞ്ഞു. പിന്നെ 2ാം മൊഡ്യൂളിലത്തെ എസ്സേ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലുള്ളതും പരീക്ഷയിലുള്ളതും പറഞ്ഞു. പിന്നീട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് 1ാം മൊഡ്യൂളിലത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി സിലബസിൽ തന്നത് പറഞ്ഞു. ഇപ്പോൾ അവസാനം പറഞ്ഞു തീർത്തത് 1ാം മൊഡ്യൂൾ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച 1ാം മൊഡ്യൂളിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി സിലബസിലെ 2ാം മൊഡ്യൂളിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നോക്കാം. 2ാമത്തെ മൊഡ്യൂളിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സ്പ്ലെയിൻ ദ യൂസേജ് ഓഫ് ഡൂയിങ് എ ടൈം നാട്ട ഇൻ ദ പോയം കുറ്റിപ്പുറം ബ്രിഡ്ജ്. അത് കുറ്റിപ്പുറം ബ്രിഡ്ജ് എന്നുള്ള പാഠത്തിലെ നാട്ടം ഒഴുക എന്നുള്ള ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഗിവ് എൻ അക്കൗണ്ട് ഓഫ് വേരിയസ് അറ്റാക്സ് ദാറ്റ് നിലമ്പൂർ ആയിഷ ഹാഡ് ടു ഫേസ് വൈൽ ഓൺ സ്റ്റേജ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു ചോദ്യമാണ്. Then describe the irony perceived by Yesudas regarding his interactions with the singer ശമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ. രണ്ടാമത്തെ ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത പാഠഭാഗത്തു നിന്നുള്ളതല്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എസ്സേ വരാതിരിക്കുന്ന ഭാഗത്തിൽ നിന്നും എന്തായാലും പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്കതൊന്ന് ജസ്റ്റ് പറയാം. ഇതിൽ 3ഉം ഒരു പാഠത്തിലെ തന്നെ ഒന്നാമത്തതും മൂന്നാമത്തതും വ്യത്യസ്തമായ സംഭവങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. രണ്ടാമത്തത് പാഠത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് നോക്കാം ഉത്തരം. യെസ്, എക്സ്പ്ലെയിൻ ദ യൂസേജ് ഓഫ് ഡൂയിങ് എ ടൈം നാട്ട. ഡൂയിങ് എ ടൈം നാട്ട എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് പ്രയോഗത്തിലേക്ക് വന്നപ്പോൾ മലയാളത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം അതിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. മലയാളത്തിൽ അതിനെ നാട്ട നൂഴുക എന്നാണ് പറയുക. നാട്ടനൊഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രയോഗം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോഴിക്കോടിനൊക്കെ അപ്പുറത്ത് പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ കുട്ടികൾ കളിക്കുന്ന സമയത്ത്, പഴയകാലത്ത് കളിക്കുന്ന സമയത്ത് വിജയിച്ച ആളുടെ കാലിനടിയിലൂടെ പരാജയപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങണം എന്നുള്ളതാണ്. എന്താ പറയുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ വിജയിച്ചത് പാലമാണ്. ലുക്കിംഗ് അറ്റ് ദ റിവേഴ്സ് സ്റ്റാൻഡിങ് ഓൺ ദ ബ്രിഡ്ജ് ഗിവ്സ് നറേറ്റർ ആൻ ഇംപ്രഷൻ ദാറ്റ് ദ റിവർ ഈസ് ഡൂയിങ് എ ടൈം നാട്ട. നാട്ടനൊഴുക ഒറിജിനലി ഡിനോട്ട്സ് ആക്ട് ഓഫ് ക്രോളിംഗ് ഓൺ all fours between the victor's legs as a penalty upon losing a game. ഒരു ഗെയിമിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ
മുട്ടിലെഴഞ്ഞുകൊണ്ട് 4 കാലുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് 2 കൈയും 2 കാലും കൂടെ വെച്ച് നമ്മളെ പരാജയപ്പെടുത്തിയ ആളുടെ കാലുകളുടെ അടിയിലൂടെ നമ്മൾ പരാജയം സമ്മതിച്ചുകൊണ്ട് ഇങ്ങനെ നീങ്ങിപ്പോകുക. അതിനാണ് നാട്ടം നൂഴുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിന്നർ കുറ്റിപ്പുറം ബ്രിഡ്ജാണ്, ഇവിടുത്തെ ലൂസർ എന്താണ്, പേരാറാണ്, ഭാരതപ്പുഴയാണ്. അപ്പോൾ പുഴ പരാജയപ്പെട്ട് പാലത്തിൻ്റെ കാലിനടിയിലൂടെ ഒഴുകി പോവുകയാണോ എന്നുള്ളത്. അപ്പോൾ പുഴ ഒരു ശിക്ഷ അനുഭവിക്കുകയാണോ? ഹിയർ നറേറ്റർ യൂസസ് ദ ഫ്രേസ് ടു റെപ്രസെൻറ്റ് ദ കോൺട്രാസ്റ്റിംഗ് ഇമേജ് ഹി ഗെറ്റ്സ് അബൌട്ട് ദ ബ്രിഡ്ജ് ആൻഡ് ദ റിവർ. ഇറ്റ് സീംസ് ദാറ്റ് ദ ബ്രിഡ്ജ് ഈസ് ദ വിന്നർ ഇൻ ദ ഗെയിം വിച്ച് ദ റിവർ കട്ട്സ് ദ പതറ്റിക് ഫിഗർ ഓഫ് ദ ഡിഫീറ്റഡ്. അപ്പോൾ ഇവിടെ ഈ വലിയ ശക്തിയിൽ ഒഴുകിയ പുഴയെ ഇങ്ങനെ പരാജയപ്പെടുത്തി പാലത്തിൻ്റെ അണ്ടറിൽ ഇങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളൊരു ചിന്തയാണ് കവിക്ക് ഉണ്ടാവുന്നത്. ബിക്കോസ് വൈൽ ദ ബ്രിഡ്ജ് stands there with all its majesty, the river has become thin. Therefore, it appears to the narrator that river is defeated by the bridge and it's crawling under its leg. അപ്പോൾ ഇവിടെ കവി കാണുന്നത് പുഴ പരാജയപ്പെട്ടിട്ട് വിജയിച്ചിരിക്കുന്ന പാലത്തിൻ്റെ കാലിനടിയിലൂടെ നാട്ട നൂഴുക ഡൂയിങ് എ ടീം നാട്ട എന്നുള്ളൊരു പ്രയോഗമാണത്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു പുതിയൊരു സംഭവം ആയതുകൊണ്ട് പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ആദ്യം ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് വേരിയസ് അറ്റാക്സ് ദാറ്റ് ഐഷ ഹാഡ് ടു ഫേസ് വൈൽ ഓൺ ദ സ്റ്റേജ്. കറേജിയസ് ആക്ട് എന്നുള്ള അനസൂയ മേനോൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സ്ത്രീ നാടക അഭിനേതാക്കളിൽ ഒരാളായിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഒരു തിയേറ്റർ ആക്ടിവിസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷയുടെ വളരെ വെല്ലുവിളികൾ അടങ്ങിയ ജീവിതത്തെ പറ്റിയിട്ടുള്ളൊരു എഴുത്താണ് കറേജിയസ് ആക്ട് എന്നുള്ളത്. അതിൽ പറയുന്നുണ്ട് നിലമ്പൂർ ആയിഷയ്ക്ക് ഒരുപാട് അറ്റാക്സ്, പലതരത്തിലുള്ള അറ്റാക്സ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കത് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കിയിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ്. ആയിഷ സ്റ്റാർട്ടഡ് ടു ആക്ട് ദ കൺസർവേറ്റീവ് സർക്കിൾ ഇൻ ദ മുസ്ലിം കമ്മ്യൂണിറ്റി റോസ് അഗെയിൻസ്റ്റ് ഹെർ തിയേറ്റർ ആക്ടിവിസം. അപ്പോൾ ഒരുപാട് ഒന്നാമതൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവർ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് മുന്നോട്ട് വരാനുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഒരു മുസ്ലിം സ്ത്രീ ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരിൽ നിന്നും ഈ പറഞ്ഞ തിയേറ്റർ ആക്ടിവിസത്തിലേക്ക്, അന്നത്തെ കാലത്ത് സ്ത്രീകൾ നാടകങ്ങളിൽ അഭിനയിക്കാനായി വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ചലഞ്ചിങ് ആക്റ്റായിരുന്നു. അതിനു മുന്നേ ആണുങ്ങളായിരുന്നു സ്ത്രീകളുടെ വേഷത്തിൽ അഭിനയിച്ചത്. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യകാലത്ത് സ്ത്രീകൾ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് അവർ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നോക്കാം. വൺസ് എ സ്റ്റോൺ ഹിറ്റ് ഹെർ ഓൺ ഫോർഹെഡ് റൈറ്റ് ബിറ്റ്വീൻ ഐബ്രോസ് ആൻഡ് ബ്ലഡ് ട്രിക്കിൾഡ് ഡൗൺ. ഷീ ഡിഡ്ന്റ് റിയലൈസ് what hit her until she felt a salty wetness on her lips. ഒരിക്കൽ ഒരു കല്ലേറ് കൊണ്ട് നെറ്റിയിൽ നിന്നും ചോര ഒലിച്ചു താഴോട്ട് വന്നിരുന്നു. അവർക്കത് മനസ്സിലായിട്ടില്ല. രക്തം രുചിച്ചപ്പോഴാണ്, ചുണ്ടിൽ രക്തം എത്തിയപ്പോഴാണ് മനസ്സിലായത്. However, she continued to say her dialogues even as blood trickled down in warm, thick drops. On another occasion, she was shot with an air gun while performing in a play. ഒരിക്കൽ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അവൾക്ക് നേരെ വെടി ഉതിർത്തു കാണികളിൽ ഒരാൾ. She escaped from the danger only because of sheer luck. Another time, while performing at Mannarkad, a man from the audience went upon her and slapped her. നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വേദിയിൽ കയറി ഇവരുടെ മുഖത്തടിച്ചു. She lost the hearing ability of one ear afterwards. ശേഷം ഒരു ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ 3 സംഭവങ്ങളും നമുക്ക് എടുത്തു പറയാം. ഈ 3 സംഭവങ്ങളും പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ വർക്കിനെ പറ്റിയിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. ഏത് പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ആയാലും നിങ്ങൾ ഈ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ ഒരു പേജ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ കാര്യങ്ങളും കൂടെ പറയാം. അതായിരുന്നു കറേജിയസ് ആക്ടിലുള്ള ഒരു ചോദ്യം. അപ്പോൾ കറേജിയസ് ആക്ട് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അത് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു പ്രവചനാതീതമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും കഥ മനസ്സിലാക്കി നിന്നാൽ either it is an essay or paragraph you can write it. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ ഐറണി perceived by Yeshudas regarding his interaction with the singer Shemmangudi Srinivas Iyer. മൾട്ടിപ്പിൾ മോഡേണിറ്റിയിലെ അവസാന പാഠമാണ് ദി വോയിസ്. യേശുദാസിനെ കുറിച്ച് യേശുദാസിൻ്റെ ജീവിത
ത്തിലെ ഉണ്ടായിട്ടുള്ള വളരെ എന്താണ് സംഭവബഹുലമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ലോകപ്രശസ്ത മലയാളം പാട്ടുകാരനായി മാറിയതിൻ്റെ, മലയാളമല്ല ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് സുരേഷ് മേനോൻ്റെ ഒരു ലേഖനമാണ് ദ വോയിസ് എന്നുള്ളത്. അപ്പോൾ അതിൽ യേശുദാസ് സിനിമാ ലോകത്തിലേക്ക് കടന്ന് വരുന്നതിന് മുമ്പേ തന്നെ, സംഗീത ലോകത്തേക്ക് സജീവമായിട്ടെത്തുന്നതിന് മുമ്പേ തന്നെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഡോയൻ അധികായനായിട്ടുള്ള ഷെമ്മാങ്കുടി അയ്യരുടെ കൂടെ താമസിച്ചിരുന്നു. അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐറോണിക്കലായിട്ടുള്ള, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കാർ ഷെഡിൽ ഒരു അഗതിയെ പോലെ താമസിക്കേണ്ടി വരികയും പിന്നീട് അദ്ദേഹത്തിനാൽ ക്ഷണിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് സൽക്കരിക്കപ്പെടുകയും ചെയ്തതിൻ്റെ ആ ഒരു കാര്യം ഓർമ്മിക്കുന്ന ഒരു സംഭവത്തെ പറ്റി മാത്രം പറയുക എന്നുള്ളതാണ്. ഷമാങ്കുടി ശ്രീനിവാസ് അയ്യർ അലൗഡ് ഹിം ടു സ്റ്റേ ഇൻ ഹിസ് കാർ ഷെഡ്. അപ്പോൾ ആദ്യകാലത്ത് അദ്ദേഹത്തിന് മറ്റ് ഒട്ടും പ്രശസ്തനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിൽ അവസരങ്ങളൊന്നും ലഭിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെമ്മാങ്കുടി അയ്യർ അദ്ദേഹത്തിന് താമസിക്കാൻ കാർ ഷെഡ് അദ്ദേഹത്തിന് താമസിക്കാനായി നൽകി. അപ്പോൾ അതിൻ്റെ ഒരു he paid the kindness by cleaning the car every day. എല്ലാ ദിവസവും യേശുദാസ് ഷെമ്മാങ്കുടി അയ്യരുടെ കാറ് കഴുകുമായിരുന്നു. There was no question of entering the house or being fed anything the great singer and his family might eat. അന്നത്തെ കാലത്ത് ഷെമ്മാങ്കുടി അയ്യരുടെ വീട്ടിൽ ഉള്ളിൽ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു ഒന്നും അറിയാനുള്ള ഒരു അവസ്ഥയായിരുന്നില്ല യേശുദാസൻ ഉണ്ടായത്. പക്ഷെ പിന്നീട് ആഫ്റ്റർ ബിക്കമിങ് എ ഗ്രേറ്റ് സിംഗർ നൗ he has visited ഷെമ്മാങ്കുടി. പിന്നീട് അദ്ദേഹം വലിയ ലോകപ്രശസ്ത സംഗീതജ്ഞനായപ്പോൾ അദ്ദേഹം ഷെമ്മാങ്കുടി അയ്യരെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കുകയും വിസിറ്റഡ് ഷെമ്മാങ്കുടി. ഹി വാസ് റിസീവ്ഡ് വിത്ത് ഓൾ ദ റെസ്പെക്ട് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം, ഒരു സൽക്കാരം തന്നെ അവിടെ കിട്ടി. ഹി വാസ് റിസീവ്ഡ് വിത്ത് ഓൾ ദ റെസ്പെക്ട് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. ഹിസ് സ്റ്റാറ്റസ് നൗ ഡിസേർവ്ഡ്. ഇന്ന് അദ്ദേഹം അതിനർഹനാണ്. ഇന്ന് അത്രയും വലിയ സംഗീതജ്ഞനാണ്. അന്ന് അവസരങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. ആ സാധാരണക്കാരനിൽ നിന്ന്, കാർ ഷെഡിൽ താമസിച്ച സാധാരണക്കാരിൽ നിന്നും ഷെമ്മാങ്കുടി അയ്യരുടെ അതിഥിയായിട്ട് മാറുന്നതിലേക്ക് വരെ എത്തിച്ചേർന്ന ഒന്നായിരുന്നു യേശുദാസിൻ്റെ വളർച്ച. ഹി വാസ് ഫെഡ് ആൻഡ് ഫിറ്റഡ്. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു, അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും, എല്ലാം നല്ലൊരു സൽക്കാരം തന്നെ അവിടെ ലഭിച്ചു. ആൻഡ് ഗിവൺ എ ചോയ്സ് ഓഫ് ഡ്രിങ്ക്സ്, ടീ, കോഫി ഓർ ഹോർലിക്സ്. എന്താണ് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് അതിന് ഓപ്ഷനുകൾ കൂടുതലുണ്ടായിരുന്നു. യേശുദാസ് ഫൈൻഡ്സ് എ ഗ്രേറ്റ് ഐറണി in when he speculated on the difference a cup of tea or a glass of Horlicks might have made to his life some years earlier in that car shed. അപ്പോൾ അന്ന് കാർ ഷെഡിൽ ഇരുന്നപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ കഴിച്ചിരുന്നത് ഹോർലിക്സ് ആണോ അല്ലെങ്കിൽ കപ്പ് ഓഫ് ടീ ആണോ എന്ന് ദൂരെ നിന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാവുന്ന അത്രയും അകലത്തിലായിരുന്നു അദ്ദേഹം. ഓൺ ദ ഡിഫറൻസ് ഓഫ് എ കപ്പ് ഓഫ് ടീ ഓർ എ ഗ്ലാസ് ഓഫ് ഹോർലിക്സ്. ഇന്ന് അതെല്ലാം യേശുദാസിനെ ക്ഷണിക്കപ്പെട്ട് അതിഥിയായിട്ട് അതേ വീട്ടിൽ വെച്ച് തന്നെ നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഒരു ഐറണി ആയിട്ട് യേശുദാസിന് തോന്നി എന്നുള്ളതാണ് ആ ഒരു ചോദ്യത്തിൽ പറയുന്നത്. ഇത്രയാണ് യൂണിവേഴ്സിറ്റി സിലബസിൽ തന്ന 2ാം മൊഡ്യൂളിലെ പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ നമുക്ക് കുറ്റിപ്പുറം ബ്രിഡ്ജിൽ നിന്നും ദി വോയിസിൽ നിന്നും കറേജസ് ആക്ടിൽ നിന്നുമാണ് പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നത്. ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ പാഠഭാഗങ്ങളിൽ നിന്നും എസ്സേ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്തിരിക്കണം. ഈ പറഞ്ഞ 3 നിന്ന് 2 മാത്രമാണ് എഴുതേണ്ടതുള്ളത്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച 2ാം മൊഡ്യൂളിലെ പാരാഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. 3 ചോദ്യങ്ങൾ. ഹൗ ഡസ് പൊയ്കയിൽ അപ്പച്ചൻ ബ്രിങ് ഇൻ ദ ഐഡിയ ഓഫ് ഗോഡ് ഇൻ ഹിസ് പോയം അബൌട്ട് മൈ റേസ് എ സോങ്? അബൌട്ട് മൈ റേസിൽ നിന്നാണ് ഒന്നാമത്തെ ചോദ്യം. ദെൻ ഹൗ ഡിഡ് ഐഷ ആൻഡ് ഹെർ ഫാമിലി സർവൈവ് ദ ടഫ് ടൈംസ്? ഇപ്രാവശ്യവും ആവർത്തിച്ചിട്ടുണ്ട്. ദെൻ വീണ്ടും യേശുദാസിൻ്റെ പാഠത്തിൽ നിന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. വാട്ട് ആർ യേശുദാസ് കോൺട്രിബ്യൂഷൻസ് ടുവാർഡ്സ് ബിൽഡിംഗ് എ സെക്യുലർ അറ്റ്മോസ്ഫിയർ ഇൻ കേരള? എന്തൊക്കെയായിരുന്നു യേശുദാസിൻ്റെ കോൺട്രിബ്യൂഷൻ? അപ്പോൾ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ മോഡേണിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പറയുന്നതിൽ കേരളത്തിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളെ വല്ലാതെ അങ്ങ് അഡ്രസ്സ് ചെയ്ത 2 വർക്കുകളാവണമെന്നില്ല. അവസാന മൊഡ്യൂളിലെ 2 നിലമ്പൂർ ആയിഷയുടെയും യേശുദാസിൻ്റെയും. അപ്പോൾ ഒരു പരിധിവരെ ആ പാഠഭാഗത്തിൽ നിന്നും പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ വരാൻ തന്നെയാണ് സാധ്യത, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് പ്രകാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും 2ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഉള്ള എസ്സേ ക്വസ്റ്റ്യൻ
കുറ്റിപ്പുറം ബ്രിഡ്ജിൽ നിന്നും, എബൌട്ട് മൈ റേസിൽ നിന്നും, വൈക്കം സത്യാഗ്രഹത്തിൽ നിന്നും വരാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ഇതൊരിക്കലും ഒരു ഉറപ്പല്ല, കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം അതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ പാഠഭാഗങ്ങളിൽ നിന്നും എസ്സേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്നതാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. How does the poet bring in the concept of divinity or God in this poem? കേരളത്തിലെ ഒരു ദളിത് റവല്യൂഷണറിസ്റ്റ് ആയിട്ടുള്ള പൊയ്കയിൽ അപ്പച്ചൻ്റെ അദ്ദേഹം തന്നെയാണ് ശ്രീ കുമാര ഗുരുദേവൻ എന്നും അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പോയമാണ് എബൌട്ട് മൈ റേസ് എ സോങ്, അദ്ദേഹത്തിൻ്റെ ഒരു പോയമാണ്. അപ്പോൾ ഇത് ഒരു എസ്സേ പ്രാധാന്യമുള്ള ഒരു ചോദ്യം തന്നെയാണ്. എസ്സേ ചോദിക്കാത്ത വർഷങ്ങളിൽ പാരാഗ്രാഫായിട്ട് നിർബന്ധമായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഒരിക്കൽ പോലും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരു പാഠഭാഗമല്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇത് വളരെ സിമ്പിളായിട്ട് വളരെ ഡയറക്റ്റായിട്ട് പറയുന്ന ഒന്ന് തന്നെയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റുന്ന ഒന്ന് തന്നെയാണ്. സോ ഹിസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിനിറ്റി ഓർ ഗോഡ് എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം തന്നെയാണ്. എ സോങ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പക്ഷേ അതിൽ ചെറിയൊരു മാറ്റം ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്, എന്താ പറയുക, കോൺസെപ്റ്റ് ഓഫ് ഡിവിനിറ്റി എന്നാണ് ടെക്സ്റ്റിൽ ചോദിച്ചത്, അതിനാണ് കോൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ദ പോയിറ്റ് ബ്രിങ്സ് ഔട്ട് ദ പതറ്റിക് സിറ്റുവേഷൻ ഇൻ ടു വിച്ച് ഹിസ് റേസ് ഈസ് ത്രോൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വംശം, അദ്ദേഹത്തിൻ്റെ ആൾക്കാർ എത്ര താഴെ തട്ടിലേക്കാണ് സമൂഹത്തിലേക്ക് പിഴുതെറിയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം തന്നെ ആലോചിക്കുന്നത്. ഓൾ ദ പീപ്പിൾ ഓഫ് ഡോമിനൻ്റ് റേസസ് ആൻഡ് ദെയർ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ് ആർ ട്രൈങ് ടു സൈലൻസ് ഹിസ് റൈസ്. മറ്റെല്ലാ ഉന്നത കുലത്തിലുള്ള ആൾക്കാരും അദ്ദേഹത്തിൻ്റെ കുലത്തെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ദേ ഡു ഈസ് ടു ഡെപ്പിക്റ്റ് ആൻഡ് റെക്കോർഡ് ഓൺലി ദ വീക്ക്നെസ്സസ് ഓഫ് ദെയർ റൈസ്. അവരുടെ വിഭാഗത്തിൻ്റെ ദൗർബല്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത്. ഈവൺ അറ്റംപ്റ്റ് ടു ഇമ്പോസ് ഓൾ ബ്ലെയിംസ് അപ്പോൺ ദ റേസ് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് എ കേഴ്സ്ഡ് പ്രോജനി. ഹിയർ ഇറ്റ് ഈസ് എന്താണ്, അവരുടെ ഒരു വംശം അല്ലെങ്കിൽ പിൻതലമുറ. അപ്പോൾ എല്ലാവരും ഇപ്പോഴും അവരെന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ വരുന്ന തലമുറയും ഈ ഒരു ശാപം കിട്ടിയ വിഭാഗം ആൾക്കാരായിട്ട് സമൂഹം അവരെ കാണുന്നു അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള ഒരു ആശങ്ക. which is considered to be a cursed progeny and the wretched of the land. ഈ സമൂഹത്തിലെ, ഈ ലോകത്തിലെ ഏറ്റവും മോശം രീതിയിൽ ജീവിക്കുന്നവരായിട്ട് അവർ മാറുന്നു. The poet now expresses his angst that these dominant races are going to continue their blaming. He is afraid that they will go on blaming without any hesitation till the end of the world. At the same time, he is optimistic that God will intervene and bring about an end to this ongoing suffering. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം തന്നെ കാണുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു എൻഡ് എങ്ങനെയാണ്? ദൈവം ഒരിക്കൽ ഈ ഒരു പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും ദ ഗോഡ് വിൽ ഇന്റർവീൻ ആൻഡ് ബ്രിങ് അബൌട്ട് എൻ എൻഡ് ടു ദിസ് ഓൺ ഗോയിങ് സഫറിങ്. അതാണ് ഈ കവിതയിൽ കാണാൻ പറ്റുന്നത്. ദൈവം ഈ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. അതാണ് കോൺസെപ്റ്റ് ഓഫ് ഡിവിനിറ്റി അല്ലെങ്കിൽ ഒരു ഗോഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു പോയത്തിൽ പറയുന്നത്. സിമ്പിളാണ്, കവിത ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് തന്നെയാണ്. Next question, final question of that. How did Aisha's family survive the tough times? എങ്ങനെയാണ് ജീവിതത്തിൽ ഈ പറഞ്ഞ ഈ ദുർഘട നിമിഷങ്ങളെല്ലാം നിലമ്പൂർ ആയിഷയുടെ ഫാമിലി സർവൈവ് ചെയ്തത് അല്ലെങ്കിൽ ഓവർകം ചെയ്തത്? After her father's death, Aisha's family realized they were in trouble. It was also the time when the conservative circles in her community rose up against her theatre activism. അവരുടെ പിതാവ് തിയേറ്റർ നാടകത്തിൽ അഭിനയിക്കുന്നതിൽ സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അവരുടെ കമ്മ്യൂണിറ്റി സർക്കിള് ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. They hunted her and her family down. അവരെ ഒരുപാട് വേട്ടയാടി ഈ ഒരു കാര്യത്തിൽ. She was attacked at several stages. നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞു, കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞു, she was attacked at several stages. Her family was excommunicated. അവരെ സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയുണ്ടായി. അതായത് എക്സ്കമ്മ്യൂണിക്കേറ്റഡ്. ദ ഓപ്പണൻസ് വാണ്ട് അതർ മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് പ്രൊവൈഡിങ് എനി സപ്പോർട്ട് ടു ഹെർ ഫാമിലി. ഇവരുടെ കുടുംബത്തിന് ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ
ആയിട്ട് ഇവരുടെ കമ്മ്യൂണിറ്റി പറഞ്ഞു. ദേ ഹാഡ് ടു ലിവ് ഇൻ ഡേയ്സ് ഓഫ് ഹങ്കർ ആൻഡ് പോവർട്ടി. വലിയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന, ഒരുപാട് സാമ്പത്തിക ചുറ്റുപാട് സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന ഇവർ കുറച്ചു കാലം വളരെ വലിയ പോവർട്ടിയുടെയും ഹങ്കറിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും വിശപ്പിൻ്റെയും കൂടെ ജീവിക്കേണ്ടി അവർക്ക് വന്നു. ഹൗവർ ദേ സർവൈവ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കൈൻഡ്നെസ് ഓഫ് ഗുഡ് Samaritans liked കുഞ്ഞിക്കുട്ടൻ തമ്പാൻ of the royal family of Nilambur and Dr. M. Usman, both social visionaries and patrons of the arts. സാഹിത്യത്തിലും കലയിലും നാടകത്തിലും താല്പര്യമുണ്ടായിരുന്ന കുഞ്ഞിക്കുട്ടൻ തമ്പാനും അതുപോലെ തന്നെ ഡോക്ടർ എം ഉസ്മാനും ഒക്കെയാണ് ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഇവർ സർവൈവ് ചെയ്തിരുന്നത് ഇവരുടെ ഹെൽപ്പോടുകൂടി. ദേ പ്രൊവൈഡഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ആൻഡ് Aisha and her family survived with the help of കുഞ്ഞിക്കുട്ടൻ തമ്പാൻ ആൻഡ് ഡോക്ടർ എം ഉസ്മാൻ. ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാകുന്നു. വളരെ സിമ്പിളാണത്. അവസാനത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച അവസാന ചോദ്യം. അക്കോർഡിംഗ് ടു ദ ഓതർ, വാട്ട് ആർ യേശുദാസ് കോൺട്രിബ്യൂഷൻസ് ടുവാർഡ്സ് ബിൽഡിംഗ് എ സെക്യുലർ അറ്റ്മോസ്ഫിയർ ഇൻ കേരള? യേശുദാസ് ഒരു ഗായകനിൽ അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞനിൽ ഉപരിയായിട്ട് കേരളത്തിലെ ഒരു സെക്കുലർ സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിൽ യേശുദാസിന് വലിയൊരു പങ്കുണ്ട്. എന്തൊക്കെയാണ് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. യേശുദാസ് ഇസ് എ മാൻ ഹു കെപ്റ്റ് ഹിസ് ഫീറ്റ് ആൻഡ് വോക്കൽ കോഡ്സ് എബോവ് ഓൾ ടെർമോയിൽ, പൊളിറ്റിക്കൽ ഓർ അതർവൈസ്. എല്ലാ പ്രശ്നങ്ങൾക്കും മുകളിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ വോക്കൽ കോഡ്സ് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ പാട്ട്, തൊണ്ട കൊണ്ട് അദ്ദേഹം തരണം ചെയ്ത ഒരു മനുഷ്യനാണ്. പൊളിറ്റിക്കൽ ഓർ അതർവൈസ്. മലയാളീസ് ലൈക്ക് ദിസ് ബിക്കോസ് ദേ വാണ്ട് ദെയർ ഐക്കൺ ടു ബി എ പൊളിറ്റിക്കൽ above the strife as it were. This made it possible for him to stand above all religious barriers. കാരണം മലയാളി കേരളത്തിൽ അന്നത്തെ കാലഘട്ടത്തിലും ഇന്നും ഈ പറഞ്ഞ ജാതി മത ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതിനെല്ലാം മുകളിലായിട്ട്, അല്ലെങ്കിൽ യേശുദാസ് ബിലോങ് ചെയ്യുന്ന ജാതി ഏത് മതം എന്ന് ചോദിക്കാതെ അതിന് മുകളിലായിട്ട് അദ്ദേഹത്തിനെ കണ്ട ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ സെക്കുലറിസത്തിൻ്റെ വക്താവായിട്ട് മാറാൻ പറ്റിയിട്ടുണ്ട്. ദിസ് മേഡ് ഇറ്റ് പോസിബിൾ ഫോർ ഹിം ടു സ്റ്റാൻഡ് അബോവ് ഓൾ റിലീജിയസ് ബാരിയേഴ്സ്. ഹിസ് അറ്റംപ്റ്റ്സ് അറ്റ് ബ്രേക്കിംഗ് റിലീജിയസ് ബാരിയേഴ്സ് ഹാവ് മേഡ് ഇറ്റ് പോസിബിൾ ഫോർ കേരള ടു മൂവ് ടുവാർഡ്സ് ട്രൂ സെക്കുലറിസം. അപ്പോൾ ചരിത്രപരമായിട്ട് വലിയൊരു പങ്കല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സംഗീതം കൊണ്ട് ചില സെക്കുലറിസ്റ്റിക് ആയിട്ടുള്ള വ്യൂസ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ യേശുദാസിൻ്റെ പാഠഭാഗവും ആയിഷയുടെ പാഠഭാഗവും പലപ്പോഴും എസ്സേ ആയിട്ടല്ല ചോദിച്ചിട്ടുള്ളത്, പാരഗ്രാഫായിട്ടാണ് ചോദിച്ചിട്ട് കാണുന്നത്. അപ്പോൾ കേരളത്തിലെ നിലനിന്നിരുന്ന എല്ലാ മതങ്ങൾക്കും വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊണ്ട് അദ്ദേഹം എല്ലാ മതത്തിൻ്റെയും പ്രശംസ പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് പറ്റി എന്നുള്ളതാണ്. ഹി സ്ട്രോങ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് ശബരിമല, ലോർഡ് അയ്യപ്പ. Though he was born a Christian, he was denied entry into holiest Krishna temple in Kerala, true to the secularist spirit. നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഒരു നോൺ ഹിന്ദു ആയതുകൊണ്ട് he accepted the situation with a mixture of humor and humility. Moreover, many of the songs sung have enkilled the spirit of secularism in the minds of the people of Kerala. എങ്കിലും അദ്ദേഹത്തിൻ്റെ സംഗീതം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വരമാതിരി കൊണ്ട് അദ്ദേഹം എല്ലാ മതത്തിൻ്റെ ഭക്തി ഗാനങ്ങളും അതുപോലെ തന്നെ സെക്കുലറായിട്ടുള്ള പരിപാടികളുടെയൊക്കെ ഒരു ഐക്കണായിട്ട് യേശുദാസ് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ ചോദിച്ച രണ്ടാം മൊഡ്യൂളിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ 2 എസ്സേ ക്വസ്റ്റ്യൻ, ആദ്യ ഭാഗത്തുള്ള 2 എസ്സേ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു എസ്സേ, രണ്ടാമത്തെ മൊഡ്യൂളിലെ എസ്സേ. ഫസ്റ്റ് മൊഡ്യൂളിലെ 2 പാരഗ്രാഫ്, രണ്ടാമത്തെ മൊഡ്യൂളിലെ 2 പാരഗ്രാഫ്. സോ 8 ഫോർ ഫസ്റ്റ് എസ്സേ, 8 ഫോർ സെക്കൻഡ് എസ്സേ, 16. 8 for 4 into 2 first 2 paragraph of first module and 8 for
2 പാരഗ്രാഫ്സ് ഓഫ് സെക്കൻഡ് മൊഡ്യൂൾ. അങ്ങനെ 32 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു. 32 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വലിയ ചോദ്യങ്ങൾ, 8 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും. ഇനി നമുക്കുള്ളത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും 4 ഷോർട്ട് ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും 4 ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് വളരെ നിർണായകമാണ്. കാരണം 8 മാർക്ക് ഉണ്ട്. ഒരു എസ്സേയുടെ മാർക്ക് തന്നെ നമുക്ക് ഈ 8 ചോദ്യങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുഴുവൻ ചോദ്യങ്ങളും നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. മുഴുവൻ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു പാഠഭാഗത്തു നിന്ന് ഒരു മൊഡ്യൂളിൽ നിന്ന് 4 ചോദ്യങ്ങളായാലും അതിൽ ഒന്ന് ഓപ്ഷൻ ഉണ്ടാവും. 5 ചോദ്യങ്ങൾ തന്നിട്ടാണ് 4 എഴുതേണ്ടത് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന്, അതുപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന്. അപ്പോൾ ഒന്ന് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് 4 അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് 5 ഉറപ്പാണുള്ളതെങ്കിൽ 5 എഴുതിയാലും വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ചിട്ട് എഴുതണം, തിരക്ക് പിടിച്ച് എഴുതരുത്. ചെറിയൊരു ആലോചന ഇവിടെ ആവശ്യമുള്ളത് തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യനും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. കൃത്യമായ ഉത്തരമല്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് ഇത് പറഞ്ഞിരിക്കണം. പലപ്പോഴും കുട്ടികൾ പരീക്ഷയിൽ ഫെയിൽ ആവുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എഴുതാതെ വിട്ടു പോകുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അറ്റൻഡ് ചെയ്താൽ മാത്രമേ കിട്ടൂ. ഒരു ചോദ്യവും ഒരിക്കൽ പോലും വിടാൻ പാടില്ല. നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾ ചോദ്യത്തിൻ്റെ നമ്പർ കൃത്യമായി ഇട്ടിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. കുറച്ചായിക്കോട്ടെ നിങ്ങൾക്ക് അറിയുന്നത്. ഇപ്പോൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നില്ല, കുറച്ചാണ് അറിയുന്നതെങ്കിലും ഉറപ്പായിട്ടും അത് എഴുതിയിരിക്കണം. ഒരു വാക്കാണ് അറിയുന്നതെങ്കിലും അതിനെ നിങ്ങളൊരു സെൻറ്റൻസ് ആക്കിയിട്ട് ഈ ഷോർട്ട് ക്വസ്റ്റ്യനിലും എഴുതിയിരിക്കണം. അപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ഷോർട്ട് ആൻസേഴ്സ് ഓൺ എനി 4 ഓഫ് ദ ഫോളോയിങ്. ആദ്യം നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലേത്തത് പരിശോധിക്കാം. നമുക്ക് തന്നിട്ടുള്ള ഓരോ പാഠത്തിനും 10 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്. ഈ 10 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുള്ളതിൽ നിന്നും ഒരു ചോദ്യമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഈ 10 ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ ചിലതൊക്കെ ഒറ്റ വാക്കിൽ ഉത്തരം വരുന്നതാണ്. ഒറ്റ വാക്കിൽ ഉത്തരം വരുന്നത് ചിലപ്പോൾ ഇവിടെ ചോദിക്കണമെന്നില്ല. ഒരു സെൻറ്റൻസിലൊക്കെ ഉത്തരം എഴുതാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, നമ്മൾ 3 സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നു പോകുമ്പോഴും നമുക്ക് ഈ റീഡിംഗ് സോൺ കേരള എന്ന് പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. റീഡിങ്ങിന് വളരെ പ്രാധാന്യം ഉള്ള ഒന്ന് തന്നെയാണ്. വായനയ്ക്ക് വളരെ പ്രാധാന്യം ഉള്ള ഒന്ന് തന്നെയാണ്. എല്ലാ പാഠങ്ങളും കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റുകയുള്ളൂ. യൂണിവേഴ്സിറ്റി സിലബസിൻ്റെ കൂടെയുള്ള മോഡൽ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഗുരു സജഷൻ റിഗാർഡിംഗ് ദ അപ്രോപ്രിയേറ്റ് ടൈം ഫോർ ദ പിൽഗ്രിമേജ്. പിൽഗ്രിമേജിന് അദ്ദേഹം നൽകിയ ഏത് സമയത്ത് ചെയ്യണമെന്നാണ് ഗുരു പറഞ്ഞത്. അപ്രോപ്രിയേറ്റ് ടൈം ഫോർ പിൽഗ്രിമേജ് അക്കോർഡിംഗ് ടു ഗുരു ഈസ് ദ 1st of January വിച്ച് ഫോൾസ് ഓൺ ദ 16th or 17th of the month of Dhanu. ജനുവരി 1 മുതലാണ് തുടങ്ങുന്നത്. മലയാള മാസമാണ് കണക്കാക്കുന്നുണ്ടെങ്കിൽ 16th or 17th of the മലയാളം മന്ത് ധനു. Second one, what according to the poet are the 2 types of cures for caste disease? Cures for caste disease. കാസ്റ്റ് ഡിസീസ് ആയിട്ട് കാണുമ്പോൾ അതിന് 2 തരത്തിലുള്ള ക്യൂർ പ്രതിവിധിയാണ് അദ്ദേഹം പറയുന്നത്. ഏതൊക്കെയാണ് സഹോദരൻ അയ്യപ്പൻ പറയുന്നത്? The poet says that there are 2 types of cures for caste disease, from the outside and from the inside. 2 തരത്തിൽ കാസ്റ്റ് ഡിസീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, ഫ്രം ദ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്. ഹൗ ഡിഡ് എരി ഹെൽപ്പ് രാമൻ ടു ഫൈൻഡ് ഹിസ് വേ ഹോം? എങ്ങനെയാണ് രാമനെ വഴി കാണിച്ചു കൊടുത്തത് എരി ടുക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു സംഭവം. എരിയെ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ എരിയെ മനസ്സിലാക്കിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത സംഭവം ഇതാണല്ലേ. എരി ടുക്ക് എ ടൈനി ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്, ദെൻ ടുക്ക് ഔട്ട് ഓഫ് വിത്ത് ഹിസ് ലെഫ്റ്റ് ലിറ്റിൽ ഫിംഗർ സം മെഡിസിൻ അപ്ലൈഡ് ടു രാമൻസ് ഐസ് ടിൽ ഹി റീച്ച്ഡ് ഹിസ് പ്ലേസ് രാമൻ കുഡ് സീ ഇൻ ദ ഡാർക്ക്നെസ്. അല്ലേ, ചാലിയൻ രാമൻ എന്ന ക്ലോത്ത് സെല്ലറിൻ്റെ കണ്ണിൽ നെറ്റിക്ക് മുകളിൽ എന്തോ ഒരു മരുന്ന് എരി പുരട്ടി, അല്ലെങ്കിൽ സം പൗഡർ ഹി ഹാസ് അപ്ലൈഡ്. ആഫ്റ്റർ ദാറ്റ് ഹി കുഡ് സീ എവറിത്തിങ് വിത്തൗട്ട് ചൂട്ട് ഈവൺ ഇൻ ദാറ്റ് ഡാർക്ക്നെസ്. അങ്ങനെയാണ് എരി ഹെൽപ്ഡ് രാമൻ ടു ഫൈൻഡ് ഹിസ് വേ ഹോം. Next question, what idea does K. Madhavan put forward at Vidwan P. Kelu Nayar Memorial Trust meeting? എന്ത് ഐഡിയ ആണ് കെ മാധവൻ മുന്നോട്ട് വെച്ചത്? കെ മാധവൻ സജസ്റ്റ് ദാറ്റ് they write and enact a play about കേളു നായർ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സജഷൻ. മുന്നേ നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. To write and enact a play about കേളു നായർ. That was the suggestion.
Why did Kunyammaman stop teaching the narrator? Kunyammaman used to beat the narrator as a part of teaching. When the narrator's mothers objected this, he stopped teaching the narrator. ആദ്യ കാലഘട്ടത്തിൽ ചെറുകാടിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആരാണ്? കുഞ്ഞമ്മാമൻ തന്നെയായിരുന്നു. പക്ഷെ കുഞ്ഞമ്മാമൻ അടിച്ചപ്പോൾ അമ്മ എതിർക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞമ്മാമൻ സ്റ്റോപ്പ് ടീച്ചിങ് ദ നറേറ്റർ. അപ്പോൾ എന്തുകൊണ്ടാണ് സ്കൂളിലേക്ക് അയച്ചതെന്നാണ് നേരത്തെ നമ്മൾ പാരഗ്രാഫിൽ പറഞ്ഞത്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഘവ് പിഷാരടിയായിട്ട് ബന്ധപ്പെട്ട സംഭവം. ഇത് എന്തുകൊണ്ടാണ് വീട്ടിലെ പഠിത്തം നിർത്തിയത്. അപ്പോൾ അത് പാർട്ടിങ് ഓഫ് ലൈഫിൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ മോഡൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 5 ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് 4 എണ്ണമാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് നേരിട്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ചോദിച്ച 5 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഈസ് വാട്ട്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങളാണ്. ആദ്യം ഞാൻ ചോദ്യം പറയാം, പിന്നീട് ഉത്തരം പറയാം. വാട്ട് ഈസ് ശ്രീനാരായണ ഗുരു സജഷൻ റിഗാർഡിംഗ് ദ അപ്രോപ്രിയേറ്റ് ടൈം ഫോർ ശിവഗിരി പിൽഗ്രിമേജ്? അത് കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു, ഈ വർഷം ചോദിച്ചിരുന്നു, പറഞ്ഞുവല്ലോ. കഴിഞ്ഞ ഭാഗത്ത് അത് മെൻഷൻഡ് ആണ്. വാട്ട് ഈസ് ദ പവർ ഗെയിൻഡ് ബൈ ദോസ് ഹു ആർ ക്യൂർഡ് ഫോർ ദ കാസ്റ്റ് ഡിസീസ്? കാസ്റ്റ് ഡിസീസിൽ ക്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പവർ എന്താണ്? ദെൻ വാട്ട് ഡിഡ് അന്തർജനം വാണ്ട് ഫ്രം എരി? എരിയിൽ നിന്നും അന്തർജനം എന്താണ് ആഗ്രഹിച്ചിരുന്നത്? വാട്ട് ഫോർ കേളു ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആർട്ട്? കേളു സിഗ്നിഫിക്കൻസ് ഓഫ് ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം കേളുവിൽ നിന്നുള്ള എന്താണ് കേളുവിനെ സംബന്ധിച്ചിടത്തോളം കല എന്നുള്ളത്? വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് എവറി വൺ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ചെറുകാട്സ് കുഞ്ഞമ്മാമൻ? കുഞ്ഞമ്മാമനോട് എപ്പോഴും ആൾക്കാർ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ എന്താണ്? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞു. എന്താണ്? കഴിഞ്ഞ വർഷം ചോദിച്ചാണല്ലോ, ന്യൂ ഇയേഴ്സ് ഡേ തന്നെ പറയാം. ന്യൂ ഇയേഴ്സ് ഡേ ഓഫ് ദി യൂറോപ്യൻസ് ആസ് ദ അപ്രോപ്രിയേറ്റ് ടൈം ഫോർ ദ പിൽഗ്രിമേജ്, January 1st. ദെൻ കാസ്റ്റ് ഡിസീസ് ക്യൂർ ചെയ്താൽ നമുക്ക് എന്ത് പവറാണ് കേട്ടോ? ദോസ് ഹു ക്യൂർഡ് ഔട്ട് ഓഫ് കാസ്റ്റ് ഡിസീസ് ക്യാൻ സീ ഹ്യൂമൻ ആസ് ഹ്യൂമൻ, ക്യാൻ ഐഡൻറ്റിഫൈ ദ ഫോൾട്ട്സ് ആൻഡ് ക്വാളിറ്റീസ് ബിക്കം നോർമൽ ആൻഡ് ഹെൽത്തി. അപ്പോൾ മനുഷ്യനെ കാണാൻ പറ്റുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഫോൾട്ട് ആൻഡ് ക്വാളിറ്റീസ് ബിക്കം നോർമൽ ആൻഡ് ഹെൽത്തി, എല്ലാ പ്രശ്നങ്ങളെയും എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും പറ്റുമെന്നുള്ളതാണ്. അന്തർജനം എരിയിൽ നിന്ന് എന്താണ് ആഗ്രഹിച്ചിരുന്നത്? ദ അന്തർജനം വാണ്ടഡ് എരി ടു ത്രോ ഹിസ് മാജിക്കൽ സ്റ്റോൺസ് അറ്റ് ഹെർ ആൻഡ് ഗെറ്റ് ഹെർ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് സോ ദാറ്റ് ഷീ കുഡ് ലിവ് ആസ് എ ലോ കാസ്റ്റ് ആൻഡ് എസ്കേപ്പ് ദ ഡയർ പ്രെഡിക്കാമെൻറ്റ് ഓഫ് എ യങ് വിഡോ ഇൻ നമ്പൂതിരി ഹൗസ് ഹോൾഡ്. അന്തർജനം ഒരു പ്രായമായ നമ്പൂതിരിയെ കല്യാണം കഴിക്കുകയും പ്രായമായ നമ്പൂതിരി മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ എരിയുടെ കല്ലേറ് കൊണ്ടു കഴിഞ്ഞാൽ ശപിക്കപ്പെട്ടവളായിട്ട് ലോ കാസ്റ്റായിട്ട് മാറി എരിയുടെ കൂടെ എങ്കിലും ഇനി ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അന്തർജനത്തിനുണ്ടായിരുന്നത്. ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഫോർ കേളു എന്താണ്? വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ആർട്ട്? ഫോർ കേളു ആർട്ട് കൺജോയിൻസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്, വാക്ക് ആൻഡ് കർമ്മ. ഇത്ര മാത്രമേ പറയണ്ടൂ. ആർട്ട് ഈസ് വാക്ക് ആൻഡ് കർമ്മ. ഇറ്റ് ഈസ് അബൌട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വേർഡ്സ് ആൻഡ് ഓൾസോ ഓഫ് ആക്ഷൻസ്. വാക്ക് ആൻഡ് കർമ്മ, സിഗ്നിഫിക്കൻസ് ഓഫ് വേർഡ്സ് ആൻഡ് ഓൾസോ ഓഫ് ആക്ഷൻസ്. ദ ക്വസ്റ്റ്യൻ വിച്ച് ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ടു കുഞ്ഞമ്മാമൻ? The question everyone frequently asked Kunyammaman was why Cherugade had not been taught anything, why he was not sent to school. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ടാണ് ചെറുകാടിനെ സ്കൂളിലേക്ക് അയക്കാതിരിക്കുന്നത് എന്നുള്ളതായിരുന്നു. വൈ ഹി വാസ് നോട്ട് സെൻറ്റ് ടു സ്കൂൾ, ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ എവ്രി വൺ ഫ്രീക്വൻ്റ്ലി ടു കുഞ്ഞമ്മാമൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും 5 ചോദ്യങ്ങൾ ചോദിക്കും. 4 എണ്ണമാണ് എഴുതേണ്ടത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ചില വാക്കുകൾ ഒരു സെൻറ്റൻസിൽ നമുക്ക്, ചില ഉത്തരങ്ങൾ ഒരു സെൻറ്റൻസിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചിലതിന് 1-2 സെൻറ്റൻസുകൾ എടുത്തേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു അക്കോർഡിംഗ് ടു പൊയ്കയിൽ അപ്പച്ചൻ ആർ ദ ഏർലിയസ്റ്റ് ഒക്കുപ്പൻസ് ഓഫ് കേരളം? Who according to Poygale Appachan are the earliest occupants of Kerala? The earliest occupants of Kerala are the Dalit people who came to be regarded as the wretched. ഇന്നത്തെ പിൽക്കാലത്ത് റച്ചഡ് ആയിട്ടും അല്ലെങ്കിൽ അൺടച്ചബിൾ ആയിട്ടും കൺസിഡർ ചെയ്യപ്പെട്ട ദളിത് പീപ്പിളാണ് ഏർലിയസ്റ്റ് ഒക്കുപ്പൻസ് ഓഫ് കേരളം. ബട്ട് ദേ വർ നോട്ട് ഗിവൺ ദാറ്റ് കൈൻഡ് ഓഫ് reach in Kerala. Second one, what happens when the river is in spate? The question is from Kuttipuram Bridge.
When the river is in spate, the river banks will be washed away. Moreover, the boats and even kites cannot cross the river. പുഴ നിറഞ്ഞു കവിയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? പുഴ കോപത്തിലായിരിക്കുമ്പോൾ that will wash away the river banks, and moreover the boats and even kites cannot cross the river. പട്ടം പോലും പുഴയ്ക്ക് കുറുകെ ഇത്രയും മുകളിലൂടെ പറക്കാൻ പറ്റാത്ത അത്രയും പ്രക്ഷുബ്ധമായ റിവർ ആയിരിക്കും അപ്പോഴെന്നാണ് കുറ്റിപ്പുറം പാലത്തിൽ പറഞ്ഞത്. Then how were the women's role in drama played before Aisha's debut? ആയിഷയുടെ ആയിഷ നാടക നടിയായി വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ബിഫോർ ആയിഷാസ് ഡെബ്യൂ എങ്ങനെയായിരുന്നു? ഡെബ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അവതരണം, ആദ്യത്തെ സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ഡെബ്യൂ പെർഫോമൻസ്. അവരുടെ ആദ്യത്തെ നാടകത്തിന് മുമ്പേ ഇവരായിരുന്നു ആദ്യത്തെ നടി. ഹൂ പ്ലേഡ് ദ റോൾ ഓഫ് വിമൻ ബിഫോർ ആയിഷാസ് ഡെബ്യൂ? വിമൻസ് റോൾ വേർ പ്ലേഡ് ബൈ മെൻ. ഷേക്സ്പീരിയൻ നാടകങ്ങളിലും അങ്ങനെയായിരുന്നു അല്ലേ? ആദ്യ കാലഘട്ടത്തിൽ ആണുങ്ങളായിരുന്നു നടികളായിട്ട് പെർഫോം ചെയ്തത്. അപ്പോൾ നിലമ്പൂർ ആയിഷ നടിയായി വരുന്നതിന് മുമ്പേ വിമൻ റോൾ പ്ലേഡ് ബൈ മാൻ വിത്ത് മേക്കപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഗാന്ധിജീസ് അഡ്വൈസ് ടു ടി കെ മാധവൻ റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് ദ സ്ട്രഗിൾ അറ്റ് വൈക്കം? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജി നൽകിയ ഉപദേശം എന്താണ്? ഗാന്ധി സജസ്റ്റഡ് സിവിൽ ഡിസോബീഡിയൻസ് ആൻഡ് നോൺ വയലന്റ് സത്യാഗ്രഹ ആസ് ഫോം ഓഫ് സ്ട്രഗിൾ. വൈക്കം സത്യാഗ്രഹം എങ്ങനെ നടത്തണം എന്നായിരുന്നു ഗാന്ധിയുടെ നിർദ്ദേശം? സിവിൽ ഡിസോബീഡിയൻസ് ആൻഡ് നോൺ വയലന്റ് സത്യാഗ്രഹ, തീർത്തും അഹിംസയിൽ ഊന്നിയിട്ടുള്ളതും സിവിൽ ഡിസൊബീഡിയൻസ് നിസ്സഹരണത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കാതിരിക്കുന്നതും അതുപോലെ തന്നെ സത്യാഗ്രഹത്തിൽ അനുസൃതമായിട്ടുള്ളതായിരിക്കണം വൈക്കം സത്യാഗ്രഹം സ്ട്രഗിൾ, അല്ലെങ്കിൽ വൈക്കം സ്ട്രഗിൾ സമരം അങ്ങനെയാണ് നടത്തേണ്ടതെന്നാണ് സത്യാഗ്രഹ നേതാക്കന്മാരായിട്ടുള്ള ഒരാളായിട്ടുള്ള ടി കെ മാധവന് ഗാന്ധിജി നൽകിയ ഉപദേശം. സിലബസിൽ തന്നിട്ടുള്ള അവസാന ചോദ്യം യേശുദാസിൻ്റെ പാഠത്തിൽ നിന്നും, വാട്ട് ഡിഡ് എസ് ബി ബാലസുബ്രഹ്മണ്യം സേ അബൌട്ട് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് പെർഫോമിംഗ് വിത്ത് യേശുദാസ്? എസ് ബി ബാലസുബ്രഹ്മണ്യം സെഡ് ദാറ്റ് ഇറ്റ് വാസ് എ പ്രിവിലേജ് ടു സിംഗ് വിത്ത് ദാറ്റ് ജീനിയസ്. Famous Indian singer S.P. Balasubramaniam said it was a great privilege for him to sing with genius. So ഈ അഞ്ചെണ്ണമാണ് സിലബസിൽ തന്നിട്ടുള്ള ചോദ്യം. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്കുണ്ടായ ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. വാട്ട് ഡസ് ദ ഫ്രേസ് കേഴ്സ്ഡ് പ്രോജനി ഇൻ ദ പോയം എബൌട്ട് മൈ റേസ് എ സോങ് ഇൻഡിക്കേറ്റ്? കേഴ്സ്ഡ് പ്രോജനി നമ്മൾ പറഞ്ഞു ഓൾറെഡി പൊയ്കയിലപ്പച്ചൻ്റെ പോയത്തിൽ നിന്നും. ആരാണ്? ശാപം കിട്ടിയിട്ടുള്ള തലമുറ അല്ലെങ്കിൽ വരുന്ന തലമുറ എന്നുള്ള അർത്ഥത്തിലാണ് അവരെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ആൻസർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ആദ്യം ചോദ്യങ്ങളിലേക്ക് കടക്കാം. ലെവൽ വിത്ത് കിങ് ഫിഷർ, ദ സ്പാരോ ആൻഡ് ദ ക്രെയിൻ ദാറ്റ് വൺസ് ഫ്ലൂ ഓവർ ഹിയർ, വാട്ട് ഈസ് ദ ഐറണി ഇൻ ദിസ് ലൈൻ? ഈ ചോദ്യത്തിലെ ഐറണി എന്താണ് എന്നുള്ളതാണ് ആൻസർ നമുക്ക് പറയാം. ഹൗ ഡസ് ആയിഷ റീകളക്ട് ഹെർ ഫാദേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ആർട്സ്? വാട്ട് വേർ ഹ്യൂമിലിയേറ്റിംഗ് ട്രീറ്റ്മെൻറ്റ്സ് പ്രാക്ടീസ്ഡ് ഇൻ ദ നെയിം ഓഫ് കാസ്റ്റ്? What were the humiliating treatments practiced in the name of caste? Why does Yeshudas avoid recording movie songs during the December-January period? Question നാലാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പാഠത്തിൽ നിന്നുള്ളതാവണം. Why does Yeshudas avoid recording movie songs during December-January period? Answer നോക്കാം. First one, cursed progeny refers to the perpetually downtrodden Dalits whose miserable existence due to caste-based discrimination and social exclusion is conveniently blamed on a curse of previous births by the upper caste Hindus who were the real perpetrators of this curse. അപ്പോൾ ആരാണ്? അപ്പർ കാസ്റ്റ് ഹിന്ദുസ് ആണ് ഈ ഒരു കേഴ്സ്, ഈ ഒരു ശാപം കിട്ടിയ പ്രോജനി എന്ന് പറഞ്ഞാൽ ആ ഒരു വംശത്തെയാണ് പറയുന്നത്, ഒരു തലമുറയെ. അപ്പോൾ അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് ആണ് ആ വംശത്തിൽ ജനിക്കപ്പെടുന്ന ആൾക്കാരെ കേഴ്സ്ഡ് പ്രോജനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കേഴ്സ്ഡ് പ്രോജനി റെഫേഴ്സ് ടു ദ ഡൗൺ ട്രോഡൻ ദളിത് ഹു ഹാസ് മിസറബിൾ എക്സിസ്റ്റൻസ് ബിക്കോസ് ഓഫ് ദ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അത്രയും പറഞ്ഞാലും മതിയാവും. ദെൻ about the kingfisher, level with the kingfisher, the sparrow and the crane that once flew over here,
What is the irony in this line? Irony in this line, we can see that sparrow and the crane that once flew level with the kingfisher. ലെവൽ വിത്ത് ദ കിങ് ഫിഷർ, ഇന്നത്തെ ലെവൽ കിങ് ഫിഷറിൻ്റെത് അവിടെയാണ്. ദ സ്പാരോ ആൻഡ് ക്രെയിൻ ദാറ്റ് വൺസ് ഫ്ലൂ ഓവർ ഹിയർ. സി ബൈ ദ ടൈം പോയിറ്റ് സ്റ്റാൻഡ് പ്രൗഡ് ആൻഡ് ടോൾ അറ്റ് ദ സെയിം ലെവൽ ആസ് ദ കിങ് ഫിഷേഴ്സ്. ദ സ്പാരോ ആൻഡ് ദ ക്രെയിൻസ് ദേ ഹാവ് ഡിസപ്പിയർഡ് വൺസ് ഫ്ലൂ ദ പ്രൈഡ് ഈസ് ഹോളോ. ഇവിടെ പറയുന്നത് കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിൽ ഒരു പക്ഷികളാണ് പറഞ്ഞിരുന്നത് അല്ലേ, പൊന്മാനും സ്പാരോവും ക്രെയിനും, കിങ്ഫിഷർ കുരുവികൾ കൊക്കുകൾ പാറി പറന്നതിൻ്റെ മുകളിൽ അതിന്നില്ല. പകരം എന്താണ്? വിത്ത് പ്രൈഡ് ഹി സ്റ്റാൻഡ്സ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ബ്രിഡ്ജ്. പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ കവിയാണ് നോക്കുന്നത്. ഫ്ലൂ ദ പ്രൈഡ് ഈസ് ഹോളോ, ബട്ട് ആക്ച്വലി ദാറ്റ് പ്രൈഡ് വുഡ് ബി എ ഹോളോ ഇൻ ദാറ്റ് സെൻസ്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാലത്തിൻ്റെ ഒരു എക്സിസ്റ്റൻസിന്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ ഹൗ ഡസ് ആയിഷ റീകളക്ട് ഹെർ ഫാദേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ആർട്ട്? ആയിഷയുടെ ഫാദറിന് ആർട്ടിലുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബോൺ ഇൻ റിച്ച് മുസ്ലിം ഫാമിലി, ആയിഷസ് ഫാദർ വാസ് എ പാറ്റേൺ ഓഫ് ദ ആർട്ട്. He would ask his workers to stop work at 4 p.m. and express their talent in music, dance, acting, etc. He asked his people when they have family reunion, the family members were given chance to express their talent in music, and he asked her workers to stop the work at 4 p.m. and they were given the chance to express their ടാലൻറ്റ്. അപ്പോൾ അദ്ദേഹം കലയെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. ദെൻ വാട്ട് വേർ ദ ഹ്യൂമിലിയേറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് പ്രാക്ടീസ്ഡ് ഇൻ ദ നെയിം ഓഫ് കാസ്റ്റ്? ജാതിയുടെ പേരിൽ നടന്ന അതിനിഷ്ഠുരമായിട്ടുള്ള പ്രവൃത്തികൾ ഏതൊക്കെയാണ്? ഹ്യൂമിലിയേറ്റിംഗ് പ്രാക്ടീസസ്, ട്രീറ്റ്മെൻറ്റ്സ്. ഹ്യൂമിലിയേറ്റിംഗ് പ്രാക്ടീസ് ഇൻക്ലൂഡ് ഒബ്സർവൻസ് ഓഫ് ഡിസ്റ്റൻസ് പൊല്യൂഷൻ, അല്ലെ, തൊട്ടുകൂടായ്മ, നമ്മൾ ദൂരം നിൽക്കണം, അല്ലെ, ഡിസ്റ്റൻസ് പൊല്യൂഷൻ. എക്സ്ക്ലൂഷൻ ഫ്രം പ്ലേസസ് ഓഫ് വർഷിപ്പ്, ആരാധനാലയത്തിൽ നിന്ന് ആൾക്കാരെ മാറ്റി നിർത്തുക, എക്സ്ക്ലൂഷൻ. ഡിനയൽ ഓഫ് സിവിക് റൈറ്റ്സ് such as the right to access to public roads around temples. ടെമ്പിൾസിന് ചുറ്റുമുള്ള പബ്ലിക് റോഡിൽ നടക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല. അതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഡിനയൽ ഓഫ് ഗവൺമെൻറ് ജോബ്സ് ആൻഡ് ഈവൻ അഡ്മിഷൻ ഇൻ പബ്ലിക് സ്കൂൾ. സർക്കാർ ജോലികൾ നൽകാതിരിക്കുക, പബ്ലിക് സ്കൂളിലേക്ക് ആൾക്കാരെ, കുട്ടികളെ, സാധാരണക്കാരായിട്ടുള്ള ഉന്നത ജാതിയിൽ അല്ലാത്ത കുട്ടികളെ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ humiliating treatments, right? Then last one, why does Yeshudas avoid recording movie songs during the December and January period? Yeshudas avoids recording movie songs in December and January period because it is a music festival season in Chennai and he is a much sought after performer all the sabas. ആ സമയത്ത് അദ്ദേഹം സംഗീത ഉത്സവങ്ങളിൽ പങ്കെടുക്കും. ചെന്നൈയിലെ മ്യൂസിക് സീസണാണ് ആ സമയത്ത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ കാലത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ആയിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ വർഷം ചോദിച്ച രണ്ടാമത്തെ മൊഡ്യൂളിലെ ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പം കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സമയം ഒട്ടും വൈകിയിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ചില പരീക്ഷകളെ നമ്മൾ ചില അപ്രോച്ചിലൂടെ നമ്മൾ ചില രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ റീഡിംഗ് സോൺ കേരളയിൽ നിങ്ങൾ ഈ 10 പാഠഭാഗങ്ങളും പഠിച്ചിരുന്നാൽ, വായിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് ആ സംഭവം നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഷാ പ്രയോഗ രീതി കൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗ്രാമറിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ആശയത്തെ മനസ്സിലാക്കുക, പിന്നീട് അത് എഴുതി വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും നമുക്ക് സമയമുണ്ട്. എല്ലാ പാഠഭാഗങ്ങളും ഒന്ന് വായിച്ചു നോക്കുക. ഇനി വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈനിൽ ഓരോ പാഠഭാഗങ്ങളുടെ സമ്മറി പറയുന്ന ലെസൺസും നിങ്ങൾക്ക് ലഭ്യമാണ്. അതൊന്ന് കേട്ട് നോക്കുക. ചില പാഠഭാഗങ്ങൾ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്. ഇപ്പോൾ ക്യൂറിംഗ് കാസ്റ്റ്, കുറ്റിപ്പുറം ബ്രിഡ്ജ് പോലെയുള്ളതൊക്കെ മറ്റ്
യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളും പഠിക്കുന്നതൊക്കെയാണ്. പല എരി ആയാലും എരി എന്നുള്ള നോവലിനെ പറ്റിയിട്ടുള്ളൊക്കെ ഒരുപാട് ലെസൺസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ മലയാളം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. മലയാളത്തിലും വായിച്ച് നോക്കുന്നത് നല്ലതാണ്. പിന്നീട് നിങ്ങൾ ഐഡിയ പോയിന്റ്സ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കണം. അപ്പോൾ ഓരോ പാഠം വായിക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റണം. എന്നിട്ട് നിങ്ങൾ അതിനെ essay ആയിട്ട് എഴുതാൻ ശ്രമിക്കണം. അപ്പോൾ വളരെ എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു രണ്ട് ഇപ്പം കേളു പോലുള്ള ചില പാഠങ്ങളാണ്, അല്ലെങ്കിൽ കേളു ആയിരിക്കാൻ ചിലപ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. മറ്റു ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ചോദ്യം. 2 മൊഡ്യൂളായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 1-ൽ 5 പാഠങ്ങൾ, മൊഡ്യൂൾ 2-ലും 5 പാഠങ്ങളാണുള്ളത്. മൊഡ്യൂൾ 1-ലെ 5 പാഠങ്ങളിൽ നിന്നുമാണ് ആദ്യത്തെ essay ചോദിക്കുക. 2 essay തരും, 1 എഴുതിയാൽ മതി. മൊഡ്യൂൾ 2-ൽ നിന്നാണ് രണ്ടാമത്തെ essay. 2 essay തരും, 1 എഴുതിയാൽ മതി. അങ്ങനെ 2 essay ക്വസ്റ്റ്യൻ 3 പേജ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. പിന്നീട് വരുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ 4 എണ്ണം എഴുതാനുണ്ട്. 3 ചോദ്യം ഉണ്ടാവും ഒന്നിൽ നിന്നും. അതിൽ നിന്ന് 2 എണ്ണമാണ് എഴുതേണ്ടത്. മൊഡ്യൂൾ 1-ൽ നിന്ന് 3 ചോദ്യങ്ങൾ പാരഗ്രാഫിന് 2 എണ്ണം എഴുതുക. മൊഡ്യൂൾ 2-ൽ നിന്ന് 3 ചോദ്യങ്ങൾ പാരഗ്രാഫിന് 2 എണ്ണമാണ് എഴുതേണ്ടത്. ഒരു പാരഗ്രാഫിന് 4 മാർക്കാണ്. പാരഗ്രാഫ് ആണെന്ന് പറയുന്നെങ്കിൽ കൂടിയും നിങ്ങൾ ഒരു പേജ് എഴുതാൻ ശ്രമിക്കുക. ഒരു പേജിൽ കൂടുതലായാലും പ്രശ്നമില്ല. പിന്നെ അവസാന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8 മാർക്കിൻ്റെ ചോദ്യം. 8 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ 8 ഷോർട്ട് ആൻസർ ആണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും 5 ചോദ്യങ്ങൾ തരും. 4 എണ്ണം മാത്രമാണ് എഴുതേണ്ടത്. ഒരു സെൻറ്റൻസിലോ 1, 2, 3 സെൻറ്റൻസിലോ നിങ്ങൾക്ക് എഴുതാം. ചിലപ്പോൾ ഒരു സെൻറ്റൻസിൽ തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് 5 ചോദ്യങ്ങൾ തരും, 4 എണ്ണമാണ് എഴുതേണ്ടത്. മൊഡ്യൂൾ 2-ൽ നിന്നും 5 ചോദ്യങ്ങൾ 1 or 2 സെൻറ്റൻസിൽ എഴുതേണ്ട ചോദ്യങ്ങൾ 5 എണ്ണം തരും. 4 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കൽ കൂടി പറയുന്നു, ഒരു ചോദ്യം പോലും ലീവ് ഔട്ട് ചെയ്യരുത്. എല്ലാം നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. പരമാവധി സമയം ഉപയോഗിച്ച് എല്ലാ കഥാ സന്ദർഭങ്ങളും ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പഠിച്ച കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കഥ അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് കഥയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശേഷം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റുകളായിട്ട് നൽകാം. എന്തായാലും ഇനിയുള്ള സമയം വളരെ ആവേശത്തോടു കൂടി പഠിക്കുക. ഇംഗ്ലീഷിൻ്റെ 2 പേപ്പറും നിങ്ങൾക്ക് നല്ല മാർക്ക് തരുന്ന ഒന്നാണ്. നോൺ ഇംഗ്ലീഷ് സ്റ്റുഡൻസിനായാലും ആർക്കായാലും ഒരുപക്ഷെ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങളുടെ 3 വർഷത്തെ ഡിഗ്രി കോഴ്സിൽ ഏറ്റവും നല്ല മാർക്ക് ഉണ്ടാവുക ചിലപ്പോൾ ഈ 2 പേപ്പറിലായിരിക്കും. വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ എഴുതുക പരീക്ഷ. ഒരു ചോദ്യം പോലും വിട്ട് കളയരുത്. എല്ലാം വളരെ എളുപ്പം തന്നെയാണ്. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, എന്തായാലും ഈ ഒരു വലിയ വീഡിയോ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വരും വർഷ പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും ലെസൺസും ഒക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു പരീക്ഷ ആശംസിക്കുന്നു. നന്ദി.